ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ
പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവതജ്ഞാനഗംഗ ദശമസ്കന്ധം 89 അധ്യായമാണ് നമ്മൾ കാണുന്നത്. സന്താനഗോപാലൻ കഥയാണ്. നമുക്ക് 89 അധ്യായം 22 ശ്ലോകം മുതൽക്ക് വായിക്കാം. സന്താനഗോപാലൻ കഥ ആരംഭിക്കുന്നിടത്തുനിന്ന് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഏകോനനവതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. 22 ശ്ലോകം. ഏകദാ ദ്വാരവത്യാം തു വിപ്രപത്ന്യാഃ കുമാരകഃ ജാതമാത്രോ ഭുവം സ്പൃഷ്ട്വാ മമാര കില ഭാരത. വിപ്രോ ഗൃഹീത്വാ മൃതകം രാജദ്വാര്യുപധായ സഃ ഇദം പ്രോവാച വിലപൻ ആതുരോ ദീനമാനസഃ. ബ്രഹ്മദ്വിഷഃ ഷഡധിയഃ ലുബ്ധസ്യ വിഷയാത്മനഃ. ക്ഷത്രബന്ധോഃ കർമ്മദോഷാത് പഞ്ചത്വം മേഘദോർഭഗഃ. ഹിംസാവിഹാരം നൃപതിം ദുശ്ശീലമജിതേന്ദ്രിയം. പ്രജാഭജന്ത്യഃ സീദന്തി ദരിദ്രാ നിത്യദുഃഖിതാഃ. ഏവം ദ്വിതീയം വിപ്രർഷിഃ തൃതീയം ത്വേവമേവ ച. വിസൃജ്യ സ നൃപദ്വാരിതാം ഗാഥാം സമഗായത. താമർജുന ഉപസൃത്യ കർഹിചിത് കേശവാന്തികേ. പരേതേ നവമേ ബാലേ ബ്രാഹ്മണം സമഭാഷത. കിം സിദ് ബ്രഹ്മൻ ത്വന്നിവാസേ ഇഹ നാസ്തി ധനുർധരഃ. രാജന്യബന്ധുരേ വൈ ബ്രാഹ്മണാ സത്രമാസത്തെ. ധനധാരാത്മജാ വൃക്താ യത്ര ശോചന്തി ബ്രാഹ്മണാഃ. തേ വൈ രാജന്യവേഷേണ നടാ ജീവന്ത്യസുംബരാഃ. അഹം പ്രജാം വാം ഭഗവൻ രക്ഷിഷ്യേ ദീനയോരിഹ. അനിസ്തീർണ പ്രതിജ്ഞോഗ്നിം പ്രവേക്ഷ്യേ ഹതകൽമഷഃ. ബ്രാഹ്മണ ഉവാച. സംകർഷണോ വാസുദേവഃ പ്രദ്യുമ്നോ ധന്വിനാംബരഃ. അനിരുദ്ധോ പ്രതിരഥോ നത്രാതും ശക്നുവന്തി യത്. തൽകഥം नु ഭവാൻ കർമ്മ ദുഷ്കരം ജഗദീശ്വരൈഃ. ചികീർഷസി ത്വം ബാലിസ്യാദ് തന്ന ശ്രദ്ധദ്മഹേ വയം. അർജുന ഉവാച. നാഹം സംകർഷണോ ബ്രഹ്മൻ ന കൃഷ്ണഃ കാർഷ്ണിരേവ ച. അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈ ധനുഃ. മാ അവമംസ്താ മമ ബ്രഹ്മൻ വീര്യം ത്രംബകതോഷണം. മൃത്യും വിജിത്യ പ്രധനെ ആനേഷ്യേ തേ പ്രജാം പ്രഭോ. ഏവം വിശ്രംഭിതോ വിപ്രഃ ഫാൽഗുനേന പരന്തപ. ജഗാമ സ്വഗൃഹം പ്രീതഃ പാർത്ഥവീര്യം നിശാമയൻ. പ്രസൂതികാലാസന്നേ ഭാര്യായാ ദ്വിജസത്തമഃ. പാഹി പാഹി പ്രജാം മൃത്യോഃ ഇത്യാഹ അർജുനം ആതുരഃ. സ ഉപസ്പൃശ്യ ശുച്യംബോ നമസ്കൃത്യ മഹേശ്വരം. ദിവ്യാന്യസ്ത്രാണി സംസ്മൃത്യ സജ്ജം ഗാണ്ഡീവമാദതേ. ന്യരുണത്സൂതികാകാരം ശരൈർനാനാസ്ത്രയോജിതൈഃ. തിര്യഗൂർധ്വമതഃ പാർത്ഥഃ ചകാര ശരപഞ്ചരം. തതഃ കുമാരഃ സഞ്ജാതോ വിപ്രപത്ന്യാ രുദന്മുഹുഃ. സദ്യോ ദർശനമാപേദേ സശരീരോ വിഹായസ. തദാഹ വിപ്രോ വിജയം വിനിന്ദൻ കൃഷ്ണസന്നിധൗ. മൗഢ്യം പശ്യത മേ യോഹം ശ്രദ്ധധേ ക്ലീബകഥനം. ന പ്രദ്യുമ്നോ നാനിരുദ്ധോ ന രാമോ ന ച കേശവഃ. യസ്യ ശേഖുഃ പരിത്രാതും കോന്യസ്തത് അവിദേശ്വരഃ. ദിഗർജുനം വൃഷാപാദം ദിഗാത്മശ്ലാഘിനോ ധനുഃ. ദൈവോപസൃഷ്ടം യോ മൗഢ്യാത് ആനിനീഷതി ദുർമതിഃ. ഏവം ശപതി വിപ്രശൗ വിദ്യാമാസ്തായ ബാൽഗുനഃ. യയൗ സംയമനീം ആശു യത്രാസ്തേ ഭഗവാൻ യമഃ. വിപ്രാപത്യമചക്ഷാണഃ തത ഐന്ദ്രീം അഗാത്പുരീം. ആഗ്നേയീം നൈഋതീം സൗമ്യാം വായവ്യാം വാരുണീം അധ. രസാതലം നാഗപൃഷ്ഠം
ദിഷ്ണ്യാനി അന്യാനി ഉദായുധഃ തതോ ലബ്ധദ്വിജസുതോ ഹ്യനിസ്തീർണ പ്രതിശ്രുതഃ അഗ്നിം വിവിക്ഷുഃ കൃഷ്ണേന പ്രത്യുക്തഃ പ്രതിഷേധതാം ദർശയേദ്വിജസൂനൂംസ്തേ മാവജ്ഞാത്മാനമാത്മനാ യേതേനഃ കീർത്തിം വിമലാം മനുഷ്യാസ്താപയിഷ്യന്തി ഇതി സംഭാഷ്യ ഭഗവാൻ അർജുനേന സഹേശ്വരഃ ദിവ്യം സ്വരതമാസ്തായ പ്രതീചീം ദിശമാവിശത സപ്തദ്വീപാൻ സപ്തസിന്ധൂൻ സപ്തഗിരീനധ ലോകാലോകം തഥാതീത്യ വിവേശ സുമഹത്തമഃ തത്രാശ്വാശൈബ്യസുഗ്രീവമേഘപുഷ്പവലാഹകാഃ തമസി ഭ്രഷ്ടഗതയോ ബഭൂവുർഭരതർഷഭ താൻ ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണോ മഹായോഗേശ്വരേശ്വരഃ സഹസ്രാദിത്യസംകാശം സ്വചക്രം പ്രാഹിണോത്പുരഃ തമസ്സുഘോരം ഗഹനം കൃതം മഹദ്വിദാരയദ്ഭൂരിതരേണ രോജിഷാ മനോജവം നിർവിവിശേ സുദർശനം ഗുണച്യുതോ രാമശരോ യഥാ ചമൂഹു ദ്വാരേണ ചക്രാനുപഥേന തത്തമഃ പരം പരം ജ്യോതിരനന്ദപാരം സമശ്നുവാനം പ്രസമീക്ഷ്യ ഫാൽഗുനഃ പ്രതാഡിതാക്ഷോऽപി തദേക്ഷിണി ഉഭേം തതഃ പ്രവിഷ്ടഃ സലിലം നഭസ്വദാബലീയസൈജദ്ബൃഹദൂർമിഭൂഷണം തത്രാത്ഭുതം വൈഭവനം ദ്യുമത്തമം രാജന്മണിസ്തംഭസഹസ്രശോഭിതം തസ്മിൻ മഹാഭീമമനന്തമദ്ഭുതം സഹസ്രമൂർധന്യ ഭണാമണിദ്യുതിദ്യുഭിഃ വിഭ്രാജമാനം ദ്വിഗുണോൽപണിക്ഷണം സിതാചലാഭം ശിതികണ്ഠജിഹ്വം ദദർശ തദ്ഭോഗസുഖാസനം വിഭും മഹാനുഭാവം പുരുഷോത്തമോത്തമം സാന്ദ്രാംബുദാഭം സുഭിശങ്കവാസസം പ്രസന്നവക്ത്രം രുചിരായതേക്ഷണം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ മഹാമണിവ്രാതകിരീടകുണ്ടലപ്രഭാ പരിക്ഷിപ്തസഹസ്രകുന്തളം പ്രലംബചാർവഷ്ടഭുജം സകൗസ്തുഭം ശ്രീവത്സലക്ഷ്മം വനമാലയാവൃതം സുനന്ദനന്ദപ്രമുഖൈ സ്വപാർഷദൈഃ ചക്രാദിഭിർമൂർത്തിധരൈർനിജായുധൈഃ പുഷ്ട്യാ ശ്രിയാ കീർത്യജയാഖിലർദിഭിഃ നിഷേവ്യമാണം പരമേഷ്ഠിനാം പതിം ഭവന്ത ആത്മാനമനന്തമച്യുതോ ജിഷ്ണുശ്ച തദ്ദർശനജാതസാധ്വസഃ താവാഹ ഭൂമാ പരമേഷ്ഠിനാം പ്രഭുഃ ബദ്ധാഞ്ജലി സസ്മിതമൂർജയാ ഗിരാം ദ്വിജാത്മജാ മേ യുവയോർദിദൃക്ഷുണാമയോപനീതാ ഭുവി ധർമ്മഗുപ്തയേ കലാവതീർണൗ അവനേർബലാസുരാൻ ഹത്വേഹ ഭൂയസ്ത്വരയേതമന്തിമേ പൂർണ്ണകാമാവപി യുവാം നരനാരായണാവൃഷീ ധർമ്മമാചരതാം സ്ഥിത്യൈഋഷഭൗ ലോകസംഗ്രഹം ഇത്യാദിഷ്ടൗ ഭഗവതാ തൗ കൃഷ്ണൗ പരമേഷ്ഠിന ഓമിത്യാനമ്യ ഭൂമാനം ആദായ ദ്വിജദാരകാന്യവർത്തതാം സ്വകം ധാമ സംപ്രഹൃഷ്ടൗ യഥാഗതം വിപ്രായ തദുഃപുത്രാൻ യഥാരൂപം യഥാവയഃ നിശാമ്യ വൈഷ്ണവം ധാമ വാർത്തഃ പരമവിസ്മിതഃ യത്കിഞ്ചിത് പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം ഇതീദൃശാന്യനേകാനി വീര്യാണീഹ പ്രദർശയൻ ബുഭുജേ വിഷയാൻ ഗ്രാമ്യാൻ ഈചേ ചാത്യൂർജിതൈർമഗൈഃ പ്രവവർഷാഖിലാൻ കാമാൻ പ്രജാസു ബ്രാഹ്മണാദിഷു യഥാകാലം യദൈവേന്ദ്രോ ഭഗവാൻ ശ്രൈഷ്ട്യമാസ്ഥിതഃ ഹത്വാ നൃപാൻ അധർമ്മിഷ്ടാൻ ഘാതയിത്വാ അർജുനാദിഭിഃ അഞ്ജസാ വർത്തയാമാസ ധർമ്മം ധർമ്മസുതാദിഭിഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദ്വിജകുമാരാനയനം നാമ ഏകോനനവതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.
ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നമ്മൾ സന്താനഗോപാലൻ കഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദാ ദ്വാരവത്യാം തു വിപ്രപത്ന്യാഹ കുമാരകഃ ജാതമാത്രോ ഭുവം സ്പൃഷ്ട്വാ മമാര കില ഭാരത വിപ്രോ ഗൃഹീത്വാ മൃതകം രാജദ്വാരുപധായ സഹ ഇദം പ്രോവാച വിലപൻ ആതുരോദീന മാനസഃ. അപ്പോൾ ഒരിക്കൽ ദ്വാരകാപുരിയിൽ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ ജാതമാത്രനായ കുമാരകൻ എന്നുവെച്ചാൽ ജനിച്ച ഉടനെ ആ കുട്ടി ഭൂമിയെ സ്പർശിച്ച ഉടനെ തന്നെ മമാര മരിച്ചു. ആ മൃതശരീരത്തെ എടുത്തുകൊണ്ട് ആ കുട്ടിയുടെ പിതാവായ വിപ്രൻ ഗോപുരദ്വാരത്തിൽ രാജ കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ വന്ന് ആ കുട്ടിയെ അവിടെ നിക്ഷേപിച്ച് ഇപ്രകാരം വിലപിച്ചുകൊണ്ട് പറഞ്ഞു, ദീനമാനസനായി പറഞ്ഞു, ബ്രാഹ്മണരെ ദ്വേഷിക്കുന്നവരും വഞ്ചന ചതി മുതലായത് സ്വഭാവമായിരിക്കുന്നവരും ലോഭം അഥവാ അത്യാഗ്രഹം സ്വഭാവമായി വിഷയമനസ്സോടുകൂടിയവരായി ക്ഷത്രിയാധവന്മാരായിരിക്കുന്നവരുടെ കർമ്മദോഷം കൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഈ ഗതി വന്നത്. ഹിംസയിൽ വിഹരിക്കുന്നവനും ദുശീലനും അജിതേന്ദ്രിയനുമായിട്ടുള്ള ഒരു രാജാവിനെ ഏത് പ്രജകളാണോ ഭജിക്കുന്നത് അവര് എന്നും ദരിദ്രരും ദുഃഖിതരുമായി കഴിയേണ്ടി വരും. രാജാക്കന്മാർ കൊള്ളരുതാത്തവരായാൽ പ്രജകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകും. ഇങ്ങനെയെല്ലാം അദ്ദേഹം തൻ്റെ ദുഃഖം അവതരിപ്പിച്ചുകൊണ്ട് അതുപോലെ തുടർന്നും 2ഉം 3ഉം തവണകൾ കുട്ടി ഉണ്ടാവുകയും മരിക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെ അദ്ദേഹം കുട്ടിയെ കൊണ്ടുവന്ന് ആ മൃതശരീരത്തെ മുമ്പിൽ വെച്ച് ഇപ്രകാരം താം ഗാതാം സമഗായത, അതേ ഗാഥയെ തന്നെ ഗാനം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തന്നെ പാടി, ഒരേ പല്ലവി തന്നെ അദ്ദേഹം പാടി എന്നാണ്. അങ്ങനെ 9 കുട്ടികൾ, 9ാമത്തെ കുട്ടി ദാ മരിച്ചു ബ്രാഹ്മണന്റെ. ആ സമയത്ത് അവിടെ നമ്മുടെ അർജുനൻ ഉണ്ടായിരുന്നു എന്ന് പറയണം. താം അർജുന ഉപസൃത്യ കർഹിച്ചിത് കേശവാന്തികെ പരേതേ നവമേ ബാലേ ബ്രാഹ്മണം സമഭാഷത. നവമേ ബാലേ പരേതേ സതി, 9ാമത്തെ കുട്ടി മരിച്ചതായിട്ടുള്ള സമയത്ത് അർജുന ഉപസൃത്യ, അർജുനൻ അവിടെ ഇരുന്നുകൊണ്ട് ആ ഗാഥയെ കേട്ടു. താം ഗാഥാം ഉപസൃത്യ എന്നർത്ഥം. ഇയാളുടെ ഈ പല്ലവി അദ്ദേഹം കേട്ട് ആ കേശവ സമീപത്ത് വസിക്കുന്നവനായ അർജുനൻ ബ്രാഹ്മണം സമഭാഷത, ആ ബ്രാഹ്മണനോട് സംഭാഷണം ചെയ്തു. അപ്പോൾ അർജുനൻ തൻ്റെ ആ ഒരു എന്താ പറയുക അഹങ്കാരത്തോടെ അഭിമാനത്തോടെ യാദവന്മാരെ, പ്രത്യേകിച്ച് ഭഗവാനും ബലരാമസ്വാമിയും പ്രദ്യുമ്നനും അനിരുദ്ധനും എല്ലാം ഉള്ളതായിട്ടുള്ള യാദവന്മാരെ തീർത്തും നിന്ദിച്ചുകൊണ്ട് അദ്ദേഹവും സംഭാഷണം ചെയ്യുകയാണ്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ 27ാം ശ്ലോകം വരെ പറഞ്ഞു നിർത്തുകയാണ് ഉണ്ടായത്. 28 മുതൽക്കുള്ള ശ്ലോകം തുടരാം. കിം സ്വിദ് ബ്രഹ്മൻ ത്വന്നിവാസേ ഇഹ നാസ്തി ധനുർധരഃ രാജന്യബന്ധുരേതേ വൈ ബ്രാഹ്മണാ സത്രമാസത്തെ. കിം സ്വിദ് ബ്രഹ്മൻ ത്വന്നിവാസേ ഇഹ നാസ്തി ധനുർധരഃ രാജന്യബന്ധുരേതേ വൈ ബ്രാഹ്മണാ സത്രമാസത്തെ. അർജുനന്റെ വാക്കുകളിൽ യാദവന്മാരോടുള്ള പുച്ഛം അഥവാ എന്താ പറയുക അവഗണന, അവർ നിസാരന്മാരാണ്, ക്ഷത്രിയന്മാരല്ല എന്നുള്ളതായിട്ടുള്ള ഒരു ഭാവം പ്രകടമാണ്. തങ്ങളാണ് പൂരുവംശജന്മാരായ തങ്ങളാണ് യഥാർത്ഥ ക്ഷത്രിയന്മാർ. യദുവംശജന്മാർ ക്ഷത്രിയന്മാരൊന്നുമല്ല. അവർക്ക് യയാദിയുടെ ശാപം കൊണ്ട് ആ ഒരു ക്ഷത്രിയ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു.
രാജ്യാധികാരമില്ലാത്തവരായ ആളുകളാണ്, ഭ്രഷ്ടരാണ് എന്ന മട്ടിലാണ് കാലാകാലങ്ങളായി യാദവന്മാരെക്കുറിച്ച് പൂരുവംശജർ എണ്ണി വന്നിരുന്നത്. ഞങ്ങളാണ് ആഢ്യന്മാർ, മറ്റവർ ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്ന മട്ടിലാണ് ഭാവം. അപ്പം അത് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ത്വന്നിവാസേ ധനുർധരഃ രാജന്യബന്ധു നാസ്തി. ത്വന്നിവാസേ, അങ്ങ് വസിക്കുന്ന ഈ ദ്വാരകാപുരിയിൽ, ഇഹ ഇവിടെ അങ്ങയുടെ വാസസ്ഥാനത്ത്, ധനുർധരഃ രാജന്യബന്ധു, വില്ല് ധരിച്ചവനായിട്ടുള്ള നല്ല വില്ലാളി വീരനായിട്ടുള്ള ഒരു ക്ഷത്രിയ അധമൻ കൂടി നാസ്തി. രാജന്യബന്ധു അഭിനാസ്തി. കിം സിത്, എന്ത് പറയാനാ? അല്ലെങ്കിൽ അങ്ങ് എന്തിനു വെറുതെ കരയണു? ഇവരൊന്നും രാജാക്കന്മാരല്ല, ഇവരെ രാജാക്കന്മാരെന്ന് പരിഗണിക്കരുത് എന്ന മട്ടില്, അല്ലെങ്കിൽ ഇവിടെ ഒരു രാജാക്കന്മാരും ഇല്ല തന്നെ എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഏതേ ബ്രാഹ്മണാഹ, ഏതേ വൈ ബ്രാഹ്മണാഹ സത്രമാസത്തെ, പരിഹസിച്ചുകൊണ്ട് പറയണം, അല്ലാതെ ബഹുമാനം കൊണ്ട് പറയല്ല. ഇവരൊക്കെ, ഈ യാദവന്മാരൊക്കെ ബ്രാഹ്മണാഹ സത്രം മാസത്തെ, ബ്രാഹ്മണരാണ്. വെറുതെ സത്രങ്ങൾ കൂടുന്നത് മാതിരി മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് മാതിരി യോഗം ചേർന്നിരിക്കുന്നു, എല്ലാവരും കൂടി താമസിക്കുന്നു എന്ന് മാത്രം. ഇവർക്കൊന്നും ക്ഷത്രിയ വൃത്തി ഇല്ല. ബ്രാഹ്മണരെ പോലെ ഉള്ളതായിട്ടുള്ള വൃത്തിയാണ് ഇവർക്കുള്ളത്. വളരെ സാധുക്കളാണ്, സോംബേരികളാണ്, ആയുധം ധരിക്കാൻ അറിയുന്നവരാരും ഇവിടെ ഇല്ല. ഇവർക്ക് അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല, യുദ്ധപരിചയമോ അല്ലെങ്കിൽ രാജ്യഭാരം നിർവഹിച്ചിട്ടുള്ള വലിയ വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുള്ള യോഗ്യതകളോ അങ്ങനെയുള്ളതൊന്നുമില്ല. വെറുതെ ബ്രാഹ്മണരെ പോലെ ശാപ്പാട്ട് രാമന്മാരായി കഴിയുന്നു എന്ന മട്ടില് ബ്രാഹ്മണ സത്രമാസത്തെ, ബ്രാഹ്മണരിങ്ങനെ സമ്മേളിച്ചിരിക്കുന്നു എന്ന് മാത്രം. എന്ന് ഇവര് താഴ്ത്തി പറഞ്ഞില്ല, ശൂദ്രന്മാരാണ് അല്ലെങ്കിൽ വൈശ്യന്മാരാണെന്ന് താഴ്ത്തി പറഞ്ഞില്ല, കുറച്ചൊന്ന് ബ്രാഹ്മണരെ പോലെ കഴിയുന്നവരാണ് ഇവര് എന്ന് മാത്രം പറഞ്ഞു. അത് കഴിഞ്ഞ് ധനധാരാത്മജായുക്താഹ യത്ര ശോചന്തി ബ്രാഹ്മണാഹ തേ വൈ രാജന്യവേഷേണ നടാ ജീവന്ത്യസുംബരാഹ. ധനധാരാത്മജായുക്താ യത്ര ശോചന്തി ബ്രാഹ്മണാഹ തേ വൈ രാജന്യവേഷേണ നടാ ജീവന്ത്യസുംബരാഹ. അപ്പൊ ഏത് രാജ്യത്തിലാണോ ബ്രാഹ്മണർ കുടുംബസമേതം കഷ്ടപ്പെടുന്നത്, ദുഃഖം അനുഭവിക്കുന്നത്, ആ രാജ്യത്തുള്ള ക്ഷത്രിയന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാർ അവരൊന്നും വാസ്തവത്തിൽ രാജന്യ വേഷം മാത്രമേ ഉള്ളൂ. രാജാക്കന്മാരുടെ വേഷം ധരിച്ചിട്ടുണ്ട്, നടന്മാരെ പോലെ വേഷം കെട്ടിയവരാണ്. വെറുതെ ഉദരനിമിത്തം ബഹുകൃത വേഷ എന്ന് പറഞ്ഞാൽ പ്രാണനെ ധരിക്കാൻ വേണ്ടി എന്തോ ജീവിക്കുന്നു അവർ. അസുംബരാഹ അതാണ് ധനധാര ആത്മജായുക്താഹ ബ്രാഹ്മണാഹ യത്ര ശോചന്തി. ധനം, ധാരം, ആത്മജൻ മുതലായവയോട് ചേർന്നത്. ഇപ്പം ധനങ്ങളോട് വീട്, മറ്റുള്ള വീട്ടുപകരണങ്ങളും അതുപോലെയുള്ള ധനങ്ങളും പശുക്കളും ഭൂമിയും എല്ലാമുള്ളവരും. ആത്മജായുക്താഹ, ധാരങ്ങൾ ഭാര്യമാരോടും ആത്മജൻ കുട്ടികളോടും കൂടിയവരായ ബ്രാഹ്മണാഹ, ബ്രാഹ്മണര് എത്ര ശോചന്തി, ഏതൊരു രാജ്യത്തിൽ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ദുഃഖിക്കുന്നുവോ, തേ വൈ രാജന്യവേഷേണ നടാഹ ഇവ അസുംബരാഹ ജീവന്തി. അവര് തീർച്ചയായിട്ടും തേ വൈ രാജന്യവേഷേണ, രാജാക്കന്മാരുടെ വേഷം മാത്രമേ ഉള്ളൂ. നടാഹ ഇവ, വേഷം കെട്ടിയ നടന്മാര് അല്ലെ, നാടകങ്ങൾക്കും ബാലേക്കും നൃത്തത്തിനും ഒക്കെ പലതരത്തിലുള്ളതായിട്ടുള്ള രാജവേഷം കെട്ടും. അതുപോലെ വേഷം കെട്ടിയിരിക്കാനേ കൊള്ളുള്ളൂ ഇവര്, അല്ലാതെ ധനുർധരന്മാരൊന്നും അല്ല അവര്, അസുംബരന്മാരാണ്. പ്രാണനെ ധരിക്കുന്നു, ഇന്ദ്രിയ ലോലുപന്മാരായി പ്രാണനെ ധരിച്ചുകൊണ്ട് എങ്ങനെയോ ജീവിച്ചു പോണു, ജീവന്തി. അപ്പൊ ഇവരൊന്നും യഥാർത്ഥ ക്ഷത്രിയന്മാരല്ല, രാജാക്കന്മാരല്ല, വെറും വ്യാജന്മാരാണ് എന്ന് യാദവന്മാരെ
നിന്ദിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടി അർജുനൻ പറയുകയാണ്, അഹം പ്രജാം വാം ഭഗവൻ രക്ഷിഷ്യേ ദീനയോരിഹ അനിസ്തീർണ പ്രതിജ്ഞോഗ്നിം പ്രവേക്ഷ്യേ ഹതകൽമഷഃ. അഹം പ്രജാം വാം ഭഗവൻ രക്ഷിഷ്യേ ദീനയോരിഹ അനിസ്തീർണ പ്രതിജ്ഞോഗ്നിം പ്രവേക്ഷ്യേ ഹതകൽമഷഃ. അഹം വാം പ്രജാം രക്ഷിഷ്യേ. ഹേ ഭഗവൻ എന്ന് തന്നെ സംബോധനയുണ്ടാരേ ബ്രാഹ്മണനെ. അല്ലയോ ഭഗവൻ, അങ്ങ് അറിയുന്ന സർവജ്ഞനാണല്ലോ, അല്ലെങ്കിൽ വേദജ്ഞനാണല്ലോ. അങ്ങനെ ഉള്ള അങ്ങയ്ക്ക് അങ്ങയുടെ ദീനയോഹോ വാം, ദീനന്മാരായ നിങ്ങൾ രണ്ടുപേരുടെയും എന്ന് വെച്ചാൽ ഭാര്യാഭർത്താക്കന്മാർ ദമ്പതികൾ, ദീനരായ നിങ്ങൾ രണ്ടുപേരുടെയും പ്രജാം അഹം രക്ഷിഷ്യേ, നിങ്ങളുടെ കുട്ടികളെ, പ്രജയെ, ഇനി ഉണ്ടാകാൻ പോകുന്ന സന്തതിയെ അഹം രക്ഷിഷ്യേ, ഞാൻ രക്ഷിക്കാം. അങ്ങോട്ട് ചാടിക്കേറി പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു, ഞാൻ രക്ഷിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഈ ബ്രാഹ്മണൻ നിന്ദിച്ചു കളിയാക്കിയിട്ടുണ്ടാവും. അതിന് ഉടനെ തന്നെ പ്രതിജ്ഞയെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. അനിസ്തീർണ പ്രതിജ്ഞ ഹതകൽമഷഃ അഗ്നിം പ്രവേക്ഷ്യേ. അനിസ്തീർണ പ്രതിജ്ഞ, എനിക്ക് ആ പ്രതിജ്ഞയെ പാലിക്കാൻ കഴിയാതിരുന്നാൽ, നിസ്തീർണ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞയെ തരണം ചെയ്തവൻ, പാലിച്ചവൻ എന്നർത്ഥം. പ്രതിജ്ഞ എന്ന സാഗരത്തെ മറുകര കണ്ടവനാണ് നിസ്തീർണ പ്രതിജ്ഞ. അതിന്റെ ഓപ്പോസിറ്റ് അനിസ്തീർണ പ്രതിജ്ഞ. പ്രതിജ്ഞ എന്നുള്ളത് ഒരു വലിയ സാഗരം പോലെയാണ്, വാഗ്ദാനം ചെയ്യുക എന്നുള്ളത്. അതിനെ തരണം ചെയ്യാതിരുന്നാൽ, അത് തരണം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അനിസ്തീർണ പ്രതിജ്ഞനായാൽ ഹതകൽമഷഃ, ഞാൻ എൻ്റെ കൽമഷങ്ങളെ നശിപ്പിക്കാനായിക്കൊണ്ട്, എന്ന് വെച്ചാൽ ബ്രാഹ്മണന്റെ ദുഃഖം കേട്ടിട്ട് ക്ഷത്രിയനായി ഞാൻ ജീവിച്ചിരിക്കുക എന്നതൊരു കൽമഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കണം. ശ്രമിച്ചിട്ടും നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പാപങ്ങളെ നശിപ്പിക്കാനായിക്കൊണ്ട്, ഹതകൽമഷനായിക്കൊണ്ട് അഗ്നിം പ്രവേക്ഷ്യേ, ഞാൻ അഗ്നിയിലേക്ക് പ്രവേശിക്കും. ബ്രാഹ്മണ വിലാപം കേൾക്കുക എന്നുള്ളതൊരു ക്ഷത്രിയനെ സംബന്ധിച്ച് മഹാപാപമാണ്. ബ്രാഹ്മണനെ കരയിപ്പിക്കുക, ബ്രാഹ്മണന്റെ കരച്ചിൽ കേൾക്കുക, അതിന് താൻ കാരണമായി തീരുക, അല്ലെങ്കിൽ താൻ ഉണ്ടായിട്ടും അതിന് പരിഹാരം കാണാൻ കഴിയാതിരിക്കുക, ഇതൊക്കെ വലിയൊരു പാപമായിട്ടാണ് പണ്ടെല്ലാം കരുതിയിരുന്നത്. എന്ന് വെച്ചാൽ മഹാത്മാക്കളെ വിഷമിപ്പിക്കുക എന്നുള്ളത് പണ്ടത്തെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു. ഇന്നിപ്പോൾ അതാണ് സുലഭമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നത് എല്ലായിടത്തും, അല്ലേ? മഹാത്മാക്കളെ, സജ്ജനങ്ങളെയൊക്കെ നിന്ദിക്കുന്ന ആളുകളുടെ എണ്ണമാണ് കൂടിക്കൂടി വരുന്നത്. അത് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള ഭരണാധികാരികളും. അപ്പോ ഹതകൽമഷഃ അഹം അഗ്നിം പ്രവേക്ഷ്യേ, ഞാൻ അഗ്നിയിൽ പ്രവേശിക്കും, അഗ്നിയിൽ ചാടി എൻ്റെ ദേഹത്തെ ത്യജിക്കും. ഒരു ബ്രാഹ്മണന്റെ കരച്ചിൽ കേട്ട് അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ പാപത്തെ പോക്കാനായിക്കൊണ്ട് ഞാൻ എൻ്റെ ജീവനെ ഉപേക്ഷിക്കും, എൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അഹം പ്രജാം വാം ഭഗവൻ രക്ഷിഷ്യേ ദീനയോരിഹ അനിസ്തീർണ പ്രതിജ്ഞോഗ്നിം പ്രവേക്ഷ്യേ ഹതകൽമഷഃ. അങ്ങനെ അഗ്നിയിൽ പ്രവേശിച്ച് ഞാൻ ഹതകൽമഷനായി തീരും, എൻ്റെ പാപത്തെ കഴുകിക്കളയും. ഇങ്ങനെയൊക്കെ ചാടിക്കേറി പൊങ്ങച്ചം പറഞ്ഞതായിട്ടുള്ള സമയത്ത് ബ്രാഹ്മണൻ നിന്ദിച്ചുകൊണ്ട് അർജുനനോട് പറയുന്നുണ്ട്. ബ്രാഹ്മണ ഉവാച സംഘർഷണോ വാസുദേവഃ പ്രദ്യുമ്നോ ധന്വിനാം വരഃ അനിരുദ്ധോ പ്രതിരഥോ നത്രാതും ശക്നുവന്തി യത് തൽ കഥം नु ഭവാൻ കർമ്മ ദുഷ്കരം ജഗദീശ്വരൈഃ ചികീർഷസി ത്വം ബാലിഷ്യാത് തന്ന ശ്രദ്ധദ്മഹേ വയം. ബ്രാഹ്മണ ഉവാച സംഘർഷണോ വാസുദേവഃ പ്രദ്യുമ്നോ ധന്വിനാം വരഃ
അനിരുദ്ധോ അപ്രതിരഥോ നത്രാതും ശക്നുവന്തി യത് തൽ കഥം नु ഭവാൻ കർമ്മ ദുഷ്കരം ജഗദീശ്വരൈഃ ചികീർഷസി ത്വം ബാലിഷ്യാത് തന്ന ശ്രദ്ധദ്മഹേ വയം. ബ്രാഹ്മണൻ അർജുനനെ നോക്കി പറയണു, സംകർഷണഃ വാസുദേവഃ ധന്വിനാംബരഃ പ്രദ്യുമ്നഃ അപ്രതിരഥഃ അനിരുദ്ധഃ യത് ത്രാതും ന ശക്നുവന്തി. കണ്ടിന്യൂ ചെയ്യുന്നൊരു സെമി കോളൻ അല്ലെങ്കിൽ കോമയിട്ട് പോകേണ്ട ഒരു സെന്റൻസാണ്. അപ്പോൾ സംഘർഷണഃ, സംഘർഷണൻ, അതുപോലെ വാസുദേവൻ. സംഘർഷണൻ ഭഗവാൻ ബലരാമസ്വാമി, അതിശക്തനായിട്ടുള്ള ബലരാമസ്വാമി, സാക്ഷാൽ വാസുദേവ കൃഷ്ണൻ. അതുപോലെ ധന്വിനാംബരനായ പ്രദ്യുമ്നൻ, വിലാളി വീരന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള പ്രദ്യുമ്നൻ. അപ്രതിരഥഃ അനിരുദ്ധഃ, എതിരിടാൻ ആരുമില്ലാത്തവൻ, എതിരാളി ഇല്ലാത്തവനായ അനിരുദ്ധൻ, വളരെ ശക്തനായിട്ടുള്ള അനിരുദ്ധൻ, ആർക്കും നിരോധിക്കാൻ കഴിയാത്തവനാണ്. അങ്ങനെയുള്ള അനിരുദ്ധൻ യത് ത്രാതും ന ശക്നുവന്തി, ഏതൊന്നിനെ രക്ഷിക്കുവാൻ ശക്തനാവുന്നില്ലയോ. ഈ 4 പേർക്കും രക്ഷിക്കുവാൻ കഴിയാത്തതിനെ തൽക്കഥം नु ഭവാൻ കർമ്മ ദുഷ്കരം ജഗദീശ്വരൈഃ ചികീർഷസി. അപ്പോ ജഗദീശ്വരൈഃ ദുഷ്കരം തത്കർമ്മ, ജഗദീശ്വരന്മാരായ ഈ 4 പേർ, വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഇവരൊക്കെ ജഗദീശ്വരന്മാരാണ്. ഈ ലോകത്തെ തന്നെ രക്ഷിക്കാൻ പോകുന്നവരാണ്. അങ്ങനെയുള്ള 4 പേർക്കും ദുഷ്കരം തത്കർമ്മ, ചെയ്യാൻ പ്രയാസമുള്ളതായിട്ടുള്ള ആ കർമ്മത്തെ ഭവാൻ കഥം नु ചികീർഷസി, അങ്ങ് എങ്ങനെ ചെയ്യാനാ പോകുന്നത്, എങ്ങനെ ചെയ്യാൻ ഇച്ഛിക്കുന്നു. ബാലിഷ്യാത്, അങ്ങയുടെ ബാലിശ സ്വഭാവം കൊണ്ട്, മൗഢ്യം കൊണ്ട്, ബുദ്ധിയില്ലായ്മ കൊണ്ട്, അവിവേകം കൊണ്ട് പറയുകയാണിത്. അങ്ങയ്ക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്നതല്ല എന്ന് മനസ്സിലാവും. ഈ 4 പേര് ആരാണെന്നൊന്ന് ചിന്തിക്കൂ. ജഗദീശ്വരന്മാരാണ് വാസുദേവനും സംഘർഷണനും പ്രദ്യുമ്നനും അനിരുദ്ധനും. അവർക്ക് സാധിക്കാത്തത് അവരുടെ 7 അയലത്ത് നിൽക്കാൻ യോഗ്യനല്ലാത്ത നിസ്സാരനായിട്ടുള്ള താൻ എവിടുന്നാടോ ഇതൊക്കെ സാധിക്കാൻ പോണ എന്ന്. തത് ബാലിഷ്യാത് ത്വം ചികീർഷസി, നിന്റെ ബാലിശത കൊണ്ടാണ്, നിന്റെ ചാബല്യം കൊണ്ടാണ്, മൗഢ്യം കൊണ്ടാണ് നീ ചെയ്യാൻ ഇച്ഛിക്കുന്നത്. നിന്റെ അഹങ്കാരം കൊണ്ടാണ് നീ അത് ചെയ്യാൻ ഇച്ഛിക്കുന്നത്. ത്വം ചികീർഷസി എന്ന് പറഞ്ഞാൽ നീ ഇച്ഛിക്കുന്നു, ചെയ്യാൻ ഇച്ഛിക്കുന്നു. അപ്പോ എന്തൊരു സാഹസമാണ് നീ ചിന്തിക്കുന്നത്. വയം തത് ന ശ്രദ്ധദ്മഹേ, വയം ഞങ്ങളെപ്പോലുള്ളവരൊന്നേ അത് ആ വിഷയത്തെ, നീ പറയുന്ന നിന്റെ വിടുവായത്വത്തെ ന ശ്രദ്ധദ്മഹേ, ന ശ്രദ്ധദ്മഹേ ന വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. ഞങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല. അങ്ങയുടെ വാക്കുകൾക്ക് ഒരു വിലയും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. We have no faith in your words. അതാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളെപ്പോലെയുള്ള വിവേകമുള്ളവർക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും, വാസുദേവൻ എവിടെ കിടക്കണു, താൻ എവിടെ കിടക്കണു, ബലരാമസ്വാമി എവിടെ കിടക്കണു, താൻ എവിടെ കിടക്കണു, പ്രദ്യുമ്നനും അനിരുദ്ധനും എത്ര കേമന്മാരാണ്, അവരുടെ മുമ്പിൽ താൻ എവിടെ കിടക്കണു. അങ്ങനെയുള്ള ആ 4 പേർക്ക് കഴിയാത്തതായിട്ടുള്ള കാര്യം നീ സാധിക്കുമെന്ന് പറയുന്നത് നിന്റെ ബാലിശ്യം അഥവാ നിന്റെ മൗഢ്യം, നിന്റെ ചാപല്യം, വിടുവായത്വം മാത്രമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളതിനെ സ്വീകരിച്ചിട്ടില്ല, ഞങ്ങൾക്കതിൽ വിശ്വാസമില്ല. ന ശ്രദ്ധദ്മഹേ, ശ്രദ്ധയില്ല, ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് താല്പര്യം. അപ്പൊ ഇങ്ങനെ തിരിച്ചു വീണ്ടും ബ്രാഹ്മണൻ അർജുനനെ നിന്ദിച്ചു. ഇത് കേട്ടപ്പോൾ അർജുനന് സഹിച്ചില്ല. അർജുനൻ വീണ്ടും ഒന്നുകൂടെ പൊങ്ങച്ചം ഉറപ്പിച്ചു പറയുകയാണ്. ക്ഷത്രിയനാണല്ലോ, ചവിട്ടേറ്റ പാമ്പിനെ പോലെയാവും ആരെങ്കിലും അവമാനിച്ച. മാനമാണ് ക്ഷത്രിയന്മാരുടെ ഏറ്റവും വലിയ ധനം. അപമാനം ഒട്ടും താങ്ങില്ല.
രജോ ഗുണ സമ്പന്നരാണ്. അപ്പൊ ഉടനെ തന്നെ തിരിച്ച് വീണ്ടും പറയുന്നു. അർജുന ഉവാച നാഹം സംഘർഷണോ ബ്രഹ്മൻ ന കൃഷ്ണ കാർഷ്ണിരേവ ച അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈ ധനുഃ മാവമംസ്താമമ ബ്രഹ്മൻ വീര്യം ത്രംബകതോഷണം മൃത്യും വിജിത്യ പ്രധനെ ആനേഷ്യേതേ പ്രജാം പ്രഭോ. അർജുന ഉവാച നാഹം സംകർഷണോ ബ്രഹ്മൻ ന കൃഷ്ണ കാർഷ്ണിരേവ ച അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈ ധനുഃ മാവമംസ്താമമ ബ്രഹ്മൻ വീര്യം ത്രംബകതോഷണം മൃത്യും വിജിത്യ പ്രധനെ ആനേഷ്യേതേ പ്രജാം പ്രഭോ. അർജുനന് സഹിച്ചില്ല അവമാനം. തന്നെ നിസാരനാക്കി തന്റെ വാക്കിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞത് ഒട്ടും സഹിച്ചില്ല എന്ന് പറയുക അല്ലേ? ആർക്കാ സഹിക്കുക? നിസാരന്മാർക്ക് പോലും സഹിക്കില്ല. നിന്റെ വാക്കിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ലടോ എന്ന് ഏതൊരു എന്താ പറയുക ഒന്നിനും കൊള്ളാത്ത മന്ദനോട് പറഞ്ഞാൽ പോലും അയാൾക്ക് സഹിക്കില്ല. എല്ലാവരും തന്നെ വിശ്വസിച്ചോളണം എന്നാണ് എല്ലാവരുടെയും ഭാവം അല്ലേ? നമ്മളൊക്കെ അങ്ങനെ കരുതുന്നവരാണ്. ഞാൻ പറയുന്നതിനെ എല്ലാവരും 100% അംഗീകരിച്ച് വിശ്വസിക്കണം. എന്നിൽ എല്ലാവർക്കും ഫെയ്ത്ത് ഉണ്ടാവണം, ട്രസ്റ്റ് ഉണ്ടാവണം. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല പണിയുണ്ട്. അത് കാലം കൊണ്ടേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നല്ലപോലെ കമ്മിറ്റഡായി അധ്വാനിച്ചാൽ മാത്രമേ ആ ട്രസ്റ്റ് എന്നുള്ളതായിട്ടുള്ള കാര്യം നിലനിർത്താൻ സാധിക്കുള്ളൂ. കാരണം ലോകത്തിലെല്ലാവരും സ്വാർത്ഥരാണ്, അവസരവാദികളാണ്. അപ്പൊ സന്ദർഭത്തിനനുസരിച്ച് തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വാക്കുമാറാൻ ഒരു മടിയുമില്ല മനുഷ്യർക്ക്, എത്ര പ്രഗത്ഭരാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഇത് അനുഭവമുള്ളതായിട്ടുള്ള എല്ലാവരും തന്നെ തങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ഒരിക്കലും പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ എടുക്കുകയില്ല. ഒരു 80% 90% വരെ വിശ്വാസമേ ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകളോട് പോലും ഉണ്ടാവുള്ളൂ. ബാക്കി അവിടെ ഒരു സ്പേസ് ഇട്ടേക്കും. അതും സംഭവിക്കാം അല്ലേ? ഈ പറഞ്ഞവരുടെ വാക്ക് മാറാം. ഇത്ര സമയത്തിന് വരാമെന്ന് പറഞ്ഞവർ വരാതിരിക്കാം. ഇത്ര സമയത്തിനകം കടം മേടിച്ചത് തരാമെന്ന് പറഞ്ഞവർ തരാതിരിക്കാം. ഇന്ന കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞവർ ചെയ്യാതിരിക്കാം. 100 കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം പറഞ്ഞ വാക്കുകൾ പാലിക്കുക എന്നുള്ളത് ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയോടോ പോലും ഇല്ല. മക്കൾക്ക് അച്ഛനോടോ അമ്മയോടോ അമ്മയ്ക്കും അച്ഛനും മക്കളോടോ ഇല്ല. പരസ്പരം ബന്ധുക്കൾക്കില്ല, ഉറ്റ സുഹൃത്തുക്കൾക്കില്ല. അപ്പോ എന്നാലും നമ്മളുടെ ഒരു താല്പര്യം എന്താണ്? എല്ലാവരും എന്നെ വിശ്വസിക്കണം, എല്ലാവരും എന്നെ എന്താ പറയുക ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ട് കാണണം. എല്ലാവരിലും എന്നിലുള്ള ട്രസ്റ്റ് എപ്പോഴും ഒരുപോലെ 100% അല്ലേ? 24 കാരറ്റ് തങ്കമാണെന്ന് എല്ലാവരും കരുതിക്കൊള്ളണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം, മനസ്സിലുള്ളതായിട്ടുള്ള ഇച്ഛ. അപ്പോൾ അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ നമുക്ക് സഹിക്കില്ല. നമ്മൾ തന്നെ പലർക്കും പല വാഗ്ദാനവും കൊടുക്കുമ്പോൾ ഉടനെ അവർ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് സഹിക്കില്ല. ഇവിടെ അർജുനനെ പോലെയുള്ള ഒരു ക്ഷത്രിയ വീരന്, രജോഗുണ സമ്പന്നന് തീർച്ചയായിട്ടും ഒട്ടും സഹിക്കില്ല. അദ്ദേഹം തിരിച്ച് ഉടനെ പറഞ്ഞു. അർജുന ഉവാച നാഹം സംകർഷണോ ബ്രഹ്മൻ ന കൃഷ്ണ കാർഷ്ണിരേവ ച
അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈദനുഹു. അപ്പോ തന്റെ തല പോയാലും വാക്ക് പാലിക്കുന്ന ആളാണെന്ന് ബോധ്യം വരണം. തനിക്ക് എന്ത് നഷ്ടമുണ്ടായാലും, എത്ര വലിയ സാമ്പത്തിക നഷ്ടമോ മറ്റേതെങ്കിലും ബന്ധുനഷ്ടമോ സ്ഥാനമാന നഷ്ടമോ ഒക്കെ ഉണ്ടായാലും വാക്ക് പാലിക്കുന്നവനാണ് എന്ന് പണ്ട് കാലത്തൊക്കെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ അങ്ങനെയുള്ളവര് അത്ഭുതമായി മാറിയിരിക്കണം എല്ലാ രംഗത്തും. ഇവിടെ അർജുനൻ പറയുന്നു, ഹേ ബ്രഹ്മൻ, അതെയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് ഇങ്ങനെയൊന്നും പറയല്ലേ. അഹം സംഘർഷണ ന, ഞാനേ സംഘർഷണനല്ല, ഞാൻ ബലരാമനല്ല, ബലരാമനേക്കാൾ അശക്തിയാണ്. ബലരാമനും ഒരു പടി മേലെയാണ് ഞാനെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അഹം സംഘർഷണ ന, ഞാൻ സംഘർഷണനെ പോലെ ചീപ്പല്ല. ന കൃഷ്ണ, ഞാൻ കൃഷ്ണനുമല്ല. കൃഷ്ണനും വാക്ക് മാറുന്ന ആളാണ്. കൃഷ്ണന് പല ചാപല്യങ്ങളുമുണ്ട്. പക്ഷേ ക്ഷത്രിയ വീരനായ എന്നെ ആ ത്രാസിലിട്ട് തൂക്കരുത്, അവരോടൊപ്പം തുലനം ചെയ്യരുത്. ന കാർഷ്ണിഹിയെ വച്ച്, കൃഷ്ണപുത്രനായ പ്രദ്യുമ്നനുമല്ല ഞാൻ. പ്രദ്യുമ്നനൊന്നും എന്റെ അടുത്ത് നിൽക്കാൻ യോഗ്യതയില്ല. ന കാർഷ്ണിഹിയെ വച്ച് അഹം വാ അർജുന നാമ യസ്യ ധനുഹു വൈ ഗാണ്ഡീവം. അഹം അർജുന നാമ, എന്നെ കുറിച്ച് കേട്ടിട്ടില്ലേ? അർജുനൻ എന്നാണ് എന്റെ പേര്. പഞ്ചപാണ്ഡവന്മാരിൽ ഏറ്റവും വില്ലാളി വീരനാണ് ഞാൻ, മധ്യമ പാണ്ഡവനാണ്. ഇനി മാത്രമല്ല, എന്റെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ പല ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. അനേക ദിവ്യാസ്ത്രങ്ങൾ ഉള്ളവനാണ് ഞാൻ. അനേക മെഡലുകൾ സ്വന്തമായിട്ടുള്ള ആളാണ്. ഈ ദിവ്യാസ്ത്രങ്ങളൊക്കെ ഓരോരോ അംഗീകാരങ്ങളാണ്. പരമവീര ചക്ര, അശോക ചക്ര എന്നൊക്കെ പറയും പോലെയുള്ള ചക്രങ്ങളാണ്, തൂവലുകളാണ് ഈ അർജുനനെ സംബന്ധിച്ച് ദിവ്യായുധങ്ങളൊക്കെ. അപ്പൊ അത് പറയണ യസ്യ ധനുഹു വൈ ഗാണ്ഡീവം. നിങ്ങൾ ഗാണ്ഡീവം എന്ന വില്ലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിന് തുല്യമായിട്ടൊരു വില്ല് ലോകത്തിലില്ല. ആ ഗാണ്ഡീവം എന്റെ വില്ലാണ്. സാക്ഷാൽ വരുണൻ അഗ്നിദേവന് സമ്മാനിച്ച് അഗ്നിദേവൻ എനിക്ക് സമ്മാനിച്ചതാണ്. ആ രണ്ടുപേരുടെയും ദേവന്മാരുടെയും സമ്മാനമാണത്. അത് കിട്ടിയത് ഞാൻ വെറുതെ കിട്ടിയതല്ല, അവർ എന്നോട് വാത്സല്യം കൊണ്ട് തന്നതല്ല. എന്റെ വീരം പ്രകടിപ്പിച്ചിട്ട് ആരെ? ഇന്ദ്രനെ ജയിച്ചത് കൊണ്ട് തന്നതാ. അഗ്നിദേവന് ഗാണ്ഡവം എന്ന വനം ദഹിപ്പിക്കാനായിക്കൊണ്ട് സ്വയം സാധിച്ചിരുന്നില്ല, ഇന്ദ്രൻ മഴ പെയ്യിച്ചത് കൊണ്ട്. അപ്പോ ആ ഇന്ദ്രന്റെ മഴയെ തടുത്തുകൊണ്ട് അഗ്നിദേവന് ഗാണ്ഡവ വനത്തെ ദഹിപ്പിക്കാൻ ഞാൻ സഹായിച്ചത് കൊണ്ടാണ്. അതിന്റെ പ്രതിഫലമായി, അംഗീകാരമായി അഗ്നിദേവൻ എനിക്ക് തന്നതാണ് ഈ ഗാണ്ഡീവം. അപ്പോ ഇത്രയും ദേവന്മാരെയൊക്കെ ജയിച്ചവനാണ് ഞാനെന്നാണ് താല്പര്യം. ഇന്ദ്രനെയും അഗ്നിയെയും വരുണനെയും അവരുടെയൊക്കെ ബഹുമാനത്തിന് പാത്രീഭവിച്ചവനാണ് ഞാൻ. അങ്ങനെയുള്ള ഗാണ്ഡീവം, അതിൻ്റെ ഒരു ഞാണൊലി ലോകത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കും. ആ ഗാണ്ഡീവം എന്ന വില്ല് ആർക്കും എടുത്തു പൊക്കാൻ പറ്റുന്നതല്ല. വലിയ വില്ലാളി വീരന്മാർക്കൊന്നും എടുത്താൽ പൊങ്ങുന്നതല്ല ഗാണ്ഡീവം. അത് അർജുനന് മാത്രമേ പൊക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള യസ്യ ധനുഹു വൈ ഗാണ്ഡീവം, ആരുടെ വില്ലാണോ ഗാണ്ഡീവം. തുടർന്ന് പറയണം, മാ അവമംസ്താ മമ ബ്രഹ്മൻ വീര്യം ത്രംബകതോഷണം. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണ, മമ വീര്യം ത്രംബകതോഷണം മാ അവമംസ്ത. എന്റെ വീര്യം, എന്റെ പരാക്രമം അങ്ങ് കേട്ടിട്ടില്ലേ? ത്രംബകനെ തോഷിപ്പിച്ചതാ, മുക്കണ്ണനെ ജയിച്ചതാ ഞാൻ. കിരാതമൂർത്തിയായ ഭഗവാനെ യുദ്ധത്തിൽ ഒപ്പത്തിനൊപ്പം നിന്ന് പരീക്ഷണത്തിൽ ജയിച്ച് ആ കിരാതമൂർത്തി എനിക്ക് പാശുപതം എന്ന അസ്ത്രം നൽകിയിട്ടുള്ളതാ. അപ്പൊ എന്റെ കയ്യിൽ പാശുപതാസ്ത്രമുണ്ട്. മഹാദേവനെ യുദ്ധത്തിൽ സന്തോഷിപ്പിച്ചവനാണ്. അപ്പൊ അങ്ങനെയുള്ള ത്രംബകതോഷണം മമ വീര്യം മാ അവമംസ്ത. അതിനെ ചെറുതായി കാണരുത്, അതിനെ നിന്ദിക്കരുത്.
അങ്ങ് ഇങ്ങനെയൊക്കെ മുമ്പ് പറഞ്ഞില്ലേ? അതെനിക്ക് വലിയ നിന്ദയാണ്, എനിക്ക് സഹിക്കാനാവില്ല. എൻ്റെ വില്ലിനെയും എൻ്റെ യോഗ്യതയൊക്കെ ചോദ്യം ചെയ്യരുത്, എനിക്ക് സഹിക്കില്ല. വേറെ ബ്രാഹ്മണനല്ല അങ്ങെങ്കിൽ ഇപ്പൊ എൻ്റെ ഇന്ന് അടി കിട്ടിയേനെ. ഒരു സങ്കടപ്പെട്ട് നിൽക്കുന്ന ബ്രാഹ്മണനായിപ്പോയി. അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവിടെ പറഞ്ഞു വെച്ചാൽ എൻ്റെ കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ അത് വെച്ച് അടി കിട്ടിയേനെ. ഇമാതിരിയാണ് അർജുനൻ പ്രസംഗിക്കുന്നത്. മൃത്യും വിജിത്യ പ്രധനെ ആനേഷ്യത്തെ പ്രജാം പ്രഭോ. വേണ്ടി വന്നാലേ ഞാന് ആ മൃത്യുവിനെ തന്നെ യുദ്ധത്തിൽ ജയിക്കും. മൃത്യും പ്രധനെ വിജിത്യ, മൃത്യുദേവനെ യമനെ യമലോകത്ത് ചെന്ന് പ്രധനം യുദ്ധം തന്നെ. അപ്പൊ യുദ്ധത്തിൽ ഞാൻ വിജിത്യ ജയിച്ചിട്ട് തേ പ്രജാം ആനേഷ്യേ, അങ്ങയുടെ കുട്ടിയെ ഞാൻ കൊണ്ടുവരും. അഥവാ മൃത്യുദേവൻ കട്ടുകൊണ്ടുപോയാൽ, അങ്ങയുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയാൽ ഞാൻ ആ യമലോകത്ത് ചെന്ന് മൃത്യുവിനെ പരാജയപ്പെടുത്തി അവിടുന്ന് ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഹേ പ്രഭു. അപ്പൊ ഇങ്ങനെയൊക്കെ നല്ല അഹങ്കാരത്തോടെ വീര്യത്തോടെ ക്ഷത്രിയ സ്വഭാവം ആയിട്ടുള്ള രജോ ഗുണം നല്ലതുപോലെ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു എന്നർത്ഥം. പൊങ്ങച്ചങ്ങൾ പറഞ്ഞു. ഇതിനൊക്കെ മുമ്പ് എവിടെയാണ് താൻ നിൽക്കുന്നത്, ആരാണ് ഇവിടെ ഉള്ളത്, ഏതൊരു കൃഷ്ണനാണ് തന്നെ എപ്പോഴും സഹായിച്ചിട്ടുള്ളത്, ആ കൃഷ്ണനോടൊരു വാക്ക് ചോദിക്കാം. എന്താ കൃഷ്ണ, ഈ ബ്രാഹ്മണന്റെ പ്രശ്നം ഒന്ന് തീർത്തു കൊടുത്തൂടെ, അങ്ങേക്ക് കഴിയാത്തതായിട്ട് എന്താ ഉള്ളത് എന്നൊരു വാക്ക് കൃഷ്ണനോട് ചോദിക്കുന്നതിന് പകരം കൃഷ്ണനെ നിന്ദിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് സ്വയം പ്രഖ്യാപിക്കുകയാണ്. കൃഷ്ണനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് താൻ, സംഘർഷണനും കൃഷ്ണനും കാർഷ്ണീയമൊന്നുമല്ല ഞാൻ എന്ന് ആ അഹങ്കാരം പ്രകടിപ്പിക്കുകയാണ്. ഈ അഹങ്കാരം പോയാലേ അർജുനന് എന്താ പറയുക, ആ ബ്രഹ്മജ്ഞാനം നേടാൻ കഴിയുകയുള്ളൂ. ഇതൊരു തടസ്സമാണ് ക്ഷത്രിയ അഭിമാനം. അപ്പൊ അത് പോക്കാൻ ഭഗവാൻ ചെയ്യുന്ന ലീലയാണ് ഈ സന്താനഗോപാല ലീല. എന്തായാലും അർജുനൻ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചു. ഏവം വിശ്രംഭിതോ വിപ്രഃ ഭാൽഗുനേന പരന്തപ ജഗാമസ്വഗൃഹം പ്രീതഃ പാർത്ഥവീര്യം നിശാമയൻ. ഏവം വിശ്രംഭിതോ വിപ്രഃ ഭാൽഗുനേന പരന്തപ ജഗാമസ്വഗൃഹം പ്രീതഃ പാർത്ഥവീര്യം നിശാമയൻ. ഹേ പരന്തപ, പരീക്ഷിത്ത് രാജാവേ, ശുകബ്രഹ്മർഷി തുടരുകയാണ്. ഭാൽഗുനേന ഏവം വിശ്രംഭിതഃ വിപ്രഃ. ആ ഭാൽഗുനൻ അഥവാ അർജുനനാൽ ഏവം വിശ്രംഭിതഃ, ഇപ്രകാരം വിശ്വസിപ്പിക്കപ്പെട്ടവനായ, ഉറപ്പുകൊടുത്ത് വിശ്വസിപ്പിക്കപ്പെട്ടവനായിട്ടുള്ള വിപ്രഃ ബ്രാഹ്മണഃ പാർത്ഥവീര്യം നിശാമയന്. അർജുനന്റെ പരാക്രമം, വീര്യം, ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റ്, ആ ഒരു എന്താ പറയുക, വളരെ തീവ്രമായ നിലപാട്, അദ്ദേഹത്തിന്റെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം, യമനെ വേണമെങ്കിൽ ഞാൻ വെല്ലും, വേണ്ടി വന്ന യമലോകത്ത് ചെന്ന് അങ്ങയുടെ കുട്ടിയെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ട് കണ്ടിട്ട് പ്രീതഃ, സന്തോഷിച്ച്, എന്തായാലും രണ്ടിലൊന്നും അറിയാം നമുക്ക് എന്ന് വിചാരിച്ചുകൊണ്ട് സ്വഗൃഹം ജഗാമ, തന്റെ ഗൃഹത്തിലേക്ക് ഗമിച്ചു. ഒരു വിശ്വാസത്തോടുകൂടി മടങ്ങി. അടുത്ത തവണ എൻ്റെ ഭാര്യ ഗർഭിണിയായാൽ ഈ അർജുനനെ അറിയിക്കാം, അദ്ദേഹം രക്ഷിച്ചുകൊള്ളും എന്നുള്ളൊരു വിശ്വാസത്തിൽ, അല്ലെ, മഹാഭാരത യുദ്ധമൊക്കെ ജയിച്ചിരിക്കുന്ന ആളാണ്. ഭീഷ്മദ്രോണാദികളെയൊക്കെ ജയിച്ച് യുദ്ധം ജയിച്ചിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് വിശ്വസിക്കാമെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം ബ്രാഹ്മണൻ തിരിച്ചുപോയി. പ്രസൂതികാല ആസന്നേ ഭാര്യായാഃ ദ്വിജസത്തമഃ പാഹി പാഹി പ്രജാമൃത്യോഃ ഇത്യാഹ അർജുനം ആതുരഃ. പ്രസൂതികാല ആസന്നേ ഭാര്യായാഃ ദ്വിജസത്തമഃ പാഹി പാഹി പ്രജാമൃത്യോഃ ഇത്യാഹ അർജുനമാതുരഃ.
അപ്പോൾ വീണ്ടും ഭാര്യ ഗർഭിണിയായി, 10 മാസം തികയാറായി. പ്രസൂതികാലേ ആസന്നേ, ആരുടെ? ഭാര്യായാഹ, തന്റെ ഭാര്യയുടെ പ്രസൂതികാലം ആസന്നമായപ്പോൾ, പ്രസവകാലം അടുത്തപ്പോൾ, ദ്വിജസത്തമഃ, ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ മൃത്യോഹോ പ്രജാം പാഹി പാഹി ഇതി, മൃത്യുവിൽ നിന്ന്, മരണത്തിൽ നിന്ന് എന്റെ പ്രജയെ, എന്റെ സന്തതിയെ, പാഹി പാഹി, രക്ഷിച്ചാലും രക്ഷിച്ചാലും ഇതി എന്ന് പറഞ്ഞുകൊണ്ട് ആതുരഹ അർജുനം ആഹ, ദുഃഖിതനായിക്കൊണ്ട് അർജുനനോട് ഇപ്രകാരം പറഞ്ഞു. അപ്പൊ അർജുനനെ അറിയിച്ചു. അർജുനൻ ആ സമയത്തും ദ്വാരകയിൽ തന്നെ വന്നു ചേർന്നു, അല്ലെങ്കിൽ കാത്തിരുന്ന് കാണും. എന്തായാലും വാക്ക് പാലിക്കാൻ അവിടെ അർജുനൻ ഉണ്ടായിരുന്നു. അർജുനനോട് ബ്രാഹ്മണൻ ഈ കാര്യം പറഞ്ഞു, എൻ്റെ കുട്ടിയെ രക്ഷിച്ചാലും എൻ്റെ ഭാര്യ പ്രസവിക്കാറായി എന്ന്. ഇത് കേട്ടപ്പോൾ അർജുനൻ സജ്ജനായി. സ ഉപസ്പൃശ്യ ശുച്യംബോ നമസ്കൃത്യ മഹേശ്വരം ദിവ്യാന്യസ്ത്രാണി സംസ്മൃത്യ സജ്യം ഗാണ്ഡീവമാദതേ. സ ഉപസ്പൃശ്യ ശുച്യംബോ നമസ്കൃത്യ മഹേശ്വരം ദിവ്യാന്യസ്ത്രാണി സംസ്മൃത്യ സജ്യം ഗാണ്ഡീവമാദതേ. അപ്പൊ ഇത് കേട്ടതോടുകൂടിയിട്ട് അർജുനൻ തയ്യാറായി, ഒരുങ്ങി വന്നു. സഹ അർജുന ശുചിഹി അംബഃ ഉപസ്പൃശ്യ, സ്വയം ശുദ്ധമായ ജലത്തെ സ്പർശിച്ചിട്ട്, അല്ലെങ്കിൽ അംബഃ ഉപസ്പൃശ്യ ശുചിഹി, വെള്ളത്തിൽ സ്നാനാദികൾ ചെയ്ത്, ആചമനാദികൾ ചെയ്ത്, സ്വയം ശുദ്ധനായിക്കൊണ്ട് ഏത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും ശുദ്ധി ഉണ്ടാവണം. ഇത് നമ്മുടെ ഒരു സംസ്കാരമാണ്. ഏതൊരു നിസ്സാര കാര്യമാണെങ്കിലും കയ്യും കാലും മുഖമെങ്കിലും കഴുകണം, പറ്റുമെങ്കിൽ കുളിച്ച് തയ്യാറാവണം. അപ്പൊ കർമ്മത്തിന്റെ ഗൗരവമനുസരിച്ച് മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും ശരീരത്തിന്റെ ശുദ്ധിക്കുമായിക്കൊണ്ട് സ്നാനാദികൾ ചെയ്യുക, അല്ലെങ്കിൽ ആചമനാദികൾ ചെയ്യുക, കാലും മുഖമൊക്കെ കഴുകുക. അങ്ങനെ നല്ല ശുദ്ധജലത്തെ സ്പർശിച്ച് നമസ്കൃത്യ മഹേശ്വരം, മഹേശ്വരം നമസ്കൃത്യ, തന്റെ ഇഷ്ടദേവനായ മഹേശ്വരനെ പ്രീതിപ്പെടുത്തിയിട്ടാണ് പാശുപതാസ്ത്രം നേടിയിട്ടുള്ളത്. അപ്പൊ ആ മഹേശ്വരനെ നമസ്കരിച്ചുകൊണ്ട് ദിവ്യാനി അസ്ത്രാണി സംസ്മൃത്യ, തന്റെ ദിവ്യാസ്ത്രങ്ങളെയെല്ലാം സ്മരിച്ചു വരുത്തിയിട്ട്, അനേക ദിവ്യാസ്ത്രങ്ങൾ പല ദേവന്മാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതിനെയൊക്കെ സ്റ്റോക്കാക്കി എടുത്തു. അതൊക്കെ സ്മരണ കൊണ്ട്, മന്ത്രജപം കൊണ്ട് അതിനെ കൊണ്ടുവന്നു. സജ്യം ഗാണ്ഡീവം ആദതേ, ഗാണ്ഡീവം എന്ന തന്റെ മഹത്തായ വില്ല്, അതിനെ സജ്യം എന്ന് പറഞ്ഞാൽ ബന്ധിച്ചതായിട്ട്, ഞാണ് വലിച്ചു കെട്ടിയതായിട്ട് സജ്ജീകരിച്ചിട്ട്, അതാണ് സജ്ജീകരണം. സജ്ജീകരണം തന്നെയാണ് സജ്ജീകരണം. അപ്പൊ ഞാൻ വലിച്ചു കെട്ടി ആദതേ, അതിനെ ആദാനം ചെയ്തു, കയ്യിലെടുത്തു, സജ്ജനായി, സന്നദ്ധനായി. സൗപസ്പൃശ്യ ശുച്യംബോ നമസ്കൃത്യ മഹേശ്വരം ദിവ്യാന്യസ്ത്രാണി സംസ്മൃത്യ സജ്യം ഗാണ്ഡീവമാദതേ. നരുണത് സൂതികാകാരം ശരൈർനാനാസ്ത്രയോജിതൈഃ തിര്യകൂർധ്വമതഃ പാർത്ഥഃ ചകാര ശരപഞ്ചരം. നരുണത് സൂതികാകാരം ശരൈർനാനാസ്ത്രയോജിതൈഃ തിര്യകൂർധ്വമതഃ പാർത്ഥഃ ചകാര ശരപഞ്ചരം. പാർത്ഥഃ അർജുനൻ നാനാസ്ത്രയോജിതൈഃ ശരൈഃ, തന്റെ വിവിധങ്ങളായ അസ്ത്രങ്ങളെ കൊണ്ട് യോജിപ്പിച്ച് ആ അസ്ത്രങ്ങളെ തിര്യകൂർധ്വം അധഃ, തിരശ്ചീനമായും ലംബമായും ഏറ്റവും താഴ്ഭാഗത്തും എല്ലാ ഭാഗത്തും സൂതികാകാരം നരുണത്, ആ പ്രസവഗൃഹത്തെ, ആ ബ്രാഹ്മണന്റെ ഭാര്യ എവിടെയാണോ പ്രസവിക്കാനായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ
തയ്യാറായിരിക്കുന്നത്. ആ ഗൃഹത്തിന് ചുറ്റും അസ്ത്രങ്ങളെ കൊണ്ട് ശരപഞ്ചരം ചകാര, ശരം കൊണ്ടുള്ളൊരു കൂട് ചെയ്തു. അസ്ത്രങ്ങളെ കൊണ്ട് കവചം നിർമ്മിച്ചു, ഫുള്ളി സെക്യൂർഡാക്കി. ഒരാൾക്കും അതിനകത്തേക്ക് പ്രവേശനമില്ല, ദേവന്മാർക്ക് പോലും പ്രവേശനമില്ല. ഒരു ചെറിയ കവാടം നിർത്തി അതിൻ്റെ മുമ്പിൽ അർജുനൻ കാവൽ നിന്നു. യമന് പോലും അർജുനനോട് ചോദിക്കാതെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് അർജുനൻ ശരപഞ്ചരം ചെയ്തത്. ശരപഞ്ചരം ചകാര. തത കുമാരസഞ്ജാതോ വിപ്രപത്ന്യാരുതന്മുഹു സദ്യോ ആദർശനമാപേദേ സശരീരോ വിഹായസ. തതഃ കുമാരസഞ്ജാതോ വിപ്രപത്ന്യാഃ രുതന്മുഹു സദ്യോ ആദർശനമാപേദേ സശരീരോ വിഹായസ. തതഃ അനന്തരം സമയമായപ്പോൾ വിപ്രപത്ന്യാഃ കുമാരഃ സഞ്ജാതഃ, ആ ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ചു, ഒരു കുമാരൻ സഞ്ജാതനായി. ഒരു ആൺകുട്ടി തന്നെയാണ് ജനിച്ചത്. കുമാരഃ സഞ്ജാതഃ മുഹുഹുരുദൻ സശരീരഃ വിഹായസാ സദ്യ അദർശനമാപേദേ. ആ കുട്ടി ജനിച്ച ഉടനെ തന്നെ കരഞ്ഞുകൊണ്ട്, മുഹുഹുരുദന് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട്, സശരീര ശരീരത്തോടുകൂടെ, വിഹായസ ആകാശത്തിലേക്ക്, സദ്യ അദർശനമാപേദേ പെട്ടെന്ന് തന്നെ അദർശനത്തെ പ്രാപിച്ചു എന്ന് വെച്ചാൽ കാണാതെയായി, അദൃശ്യമായി. ശരീരത്തോടുകൂടി അന്തർദാനം ചെയ്തു. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. നേരെ മുമ്പിലത്തെ 9 പ്രസവത്തിലും കുട്ടി ജീവനോടുകൂടി ജനിച്ചു, പക്ഷെ ഉടനെ മരിച്ചു. മൃതദേഹം ബാക്കിയുണ്ടായിരുന്നു. ഇവിടെ മൃതദേഹമടക്കം അന്തർദാനം ചെയ്തു. ഇത്രയുണ്ട് യോഗ്യത. ആരുടെ? അർജുനന്റെ. വാഗ്ദാനം ചെയ്ത അർജുനന് ആ മൃതശരീരം പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നെയാണോ പ്രാണനെ സംരക്ഷിക്കുന്നത്, ജീവനെ സംരക്ഷിക്കുന്നത്? അപ്പോ എന്തായാലും ഇങ്ങനെയാണ് സംഭവിച്ചത്. മൃതശരീരം പോലും ഇല്ലാതായി. തഥാഹ വിപ്രോ വിജയം വിനിന്ദൻ കൃഷ്ണസന്നിധൗ മൗഢ്യം പശ്യതമേ യോഹം ശ്രദ്ധതേ ക്ലീപകഥനം. തഥാഹ വിപ്രോ വിജയം വിനിന്ദൻ കൃഷ്ണസന്നിധൗ മൗഢ്യം പശ്യതമേ യോഹം ശ്രദ്ധതേ ക്ലീപകഥനം. തഥാ ആഹ വിപ്രഹ. തഥാ അപ്പോൾ വിപ്രഹ ആഹ, ആ ബ്രാഹ്മണൻ പറഞ്ഞു. ആരോട്? വിജയം, വിജയനോട്. ആ അർജുനനെ നോക്കിക്കൊണ്ട് വിജയം വിനിന്ദൻ, വിജയനെ വിശേഷേണ നിന്ദിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട്, ഭത്സിച്ചുകൊണ്ട്. എവിടെ? കൃഷ്ണസന്നിധം. ആ ദ്വാരകയിൽ വെച്ച് തന്നെ കൃഷ്ണനും അടുത്തുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇവനെ നിന്ദിച്ചുകൊണ്ട്, അർജുനനെ നിന്ദിച്ചുകൊണ്ട് ആഹ പറഞ്ഞു. എന്താ പറഞ്ഞത്? മൗഢ്യം പശ്യത മേ, മേ മൗഢ്യം പശ്യത, എന്റെ മൂഢത്തരം കാണൂ. ഞാനല്ലാതെ ഈ വിഡ്ഢിയെ വിശ്വസിക്കുമോ? അപ്പൊ അവനിലും വെച്ച് വലിയ വിഡ്ഢിയാണ് ഞാനെന്ന് സ്വയം തന്റെ മൗഢ്യത്തെ വിളിച്ചു പറയണം. എന്റെ മൗഢ്യം നോക്കൂ. യഹാഹം ക്ലീബകത്തനം ശ്രദ്ധതേ, ഏതൊരു ഞാൻ, എന്താ ഞാൻ മൂഢനായത് എങ്ങനെയാണ്? ഈ ക്ലീബന്റെ കത്തനത്തെ ശ്രദ്ധിച്ചുവല്ലോ, വിശ്വസിച്ചുവല്ലോ. ഇവൻ ആളൊരു ക്ലീബനാണ്. ക്ലീബൻ എന്നാൽ നപുംസകം. ഓൾറെഡി ഉർവശി ശാപം കൊണ്ട് നപുംസകമായി തീരേണ്ട ആളായിരുന്നു. ഉർവശി പിന്നെ ശാപമോക്ഷം കൊടുത്തു, 1 വർഷത്തേക്കാക്കി കൊടുത്തു. ആ 1 വർഷം ബൃഹന്നളയായി നപുംസകമായി ജീവിച്ചു. പിന്നീട് മഹാഭാരത യുദ്ധത്തിൽ വന്നപ്പോഴും നപുംസകത്തെ പോലെ പെരുമാറി. ക്ലൈബ്യം മാസ്മകമഃപാർത്ഥ നൈതത്വയുപപദ്യതേ എന്ന് ഭഗവാൻ ശാസിച്ചതുകൊണ്ട് ആണും പെണ്ണും കെട്ട ഈ സ്വഭാവം പ്രാപിക്കാതെ വലിച്ചെറിയതിനെ, ഇത് നിനക്ക് ചേർന്നതല്ല. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ,
എന്ന് ഭഗവാൻ നല്ല കണക്കിൽ ശാസിച്ചതായിട്ടുള്ള സമയത്ത് അപ്പോഴും ക്ലീബനെ പോലെ കരഞ്ഞു. കൈ വിറയ്ക്കണു, കാല് വിറയ്ക്കണു. ഗുരുനഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷമബീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുതിരപ്രതിഗ്ധാൻ നചൈതദ്വിദ്മഹ കദരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാനോ ജയേയുഹു. ഇങ്ങനെയൊക്കെ വിലപിച്ച നപുംസകത്തെ പോലെ പെരുമാറി. ഉർവശിശാപം കൊണ്ട് നപുംസകമാകേണ്ടവനായിരുന്നു. 1 വർഷം ബൃഹന്നളയായി ഉർവശിശാപം ഉപകാരമാക്കി. അവന്റെ ആ ഒരു നപുംസകത്വം ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ള മാതിരിയാണ് ബ്രാഹ്മണൻ പരിഹസിക്കുന്നത്. സഹിക്കുവോ പുരുഷോത്തമനായിട്ടുള്ള അർജുനന്? നരൻ ചെയ്വ അല്ലേ, നരനാരായണന്മാരിൽ നരനാണ്. ഒരിക്കലും സഹിക്കില്ല അർജുനൻ. ആ രീതിയിലാണ് ക്ലീബകഥനം. ഈ നപുംസകത്തിന്റെ പുലമ്പൽ ഞാൻ കേട്ടുവല്ലോ, ഇവന്റെ വിടുവായത്തരം ഞാൻ ശ്രദ്ധിച്ചുവല്ലോ, വിശ്വസിച്ചുവല്ലോ. എന്നെ പോലൊരു വിഡ്ഢി, എന്നെ പോലൊരു മൂഢൻ ആരുണ്ടാവും? മൗഢ്യം പശ്യതമേ യോഹം ശ്രദ്ധതേ ക്ലീബകഥനം. ഇങ്ങനെ അർജുനനെ വളരെ നിന്ദിച്ചുകൊണ്ട് ആ ബ്രാഹ്മണൻ സംസാരിച്ചു. ആ ബ്രാഹ്മണന്റെ നിന്ദ തുടരുകയാണ്. ന പ്രദ്യുമ്നോ നാനിരുദ്ധോ ന രാമോ ന ച കേശവഃ യസ്യ ശേഗുഃ പരിത്രാതും കോന്യഃ തദവിദേശ്വരഃ. ന പ്രദ്യുമ്നോ നാനിരുദ്ധോ ന രാമോ ന ച കേശവഃ യസ്യ ശേഗുഃ പരിത്രാതും കോന്യഃ തദവിദേശ്വരഃ. യസ്യ പരിത്രാതും പ്രദ്യുമ്നഃ അനിരുദ്ധഃ രാമഃ കേശവഃ ന ശേഗുഃ. യസ്യ യാതൊരുവനെ അല്ലെങ്കിൽ യാതൊന്നിനെ അല്ലെങ്കിൽ യാതൊരുത്തന്റെ പുത്രന്മാരെ ശേകും അഥവാ പരിത്രാണനം ചെയ്യുവാൻ രക്ഷിക്കുവാനായിക്കൊണ്ട് പ്രദ്യുമ്നനോ അനിരുദ്ധനോ രാമനോ കേശവനോ ന ശേഗുഹു ശക്തരായില്ല. ഈ പറഞ്ഞ 4 പേർക്കും ശക്തിയില്ല. തദവിദ ഈശ്വരഃ അന്യഃ കഃ. അങ്ങനെയുള്ളവനെ രക്ഷിക്കാൻ തദവിദ അവനം ചെയ്യുന്നവൻ അവിത രക്ഷിക്കുന്നവനായിട്ട് ഈശ്വരനായിട്ട് ശക്തനായിട്ട് അന്യഃ കഃ വേറെ ആരാ ഉള്ളത്? അപ്പൊ ഈ 4 പേരും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കും രക്ഷിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ വിഡ്ഢിയുടെ വാക്ക് ഞാൻ കേട്ടുവല്ലോ, ഈ ക്ലീബന്റെ കഥനത്തെയാണല്ലോ ഞാൻ വിശ്വസിച്ചത്, ഭഗവാനെ അല്ലേ ഞാൻ ആശ്രയിക്കേണ്ടിയിരുന്നത് എന്ന് ആ ബ്രാഹ്മണൻ സ്വയം പശ്ചാത്തപിച്ചുകൊണ്ട് പറയുകയാണ്. ധിഗർജുനം മൃഷാവാദം ധിഗാത്മശ്ലാഘിനോ ധനുഃ ദൈവോപസൃഷ്ടം യോ മൗഢ്യാത് ആനിമീഷതി ദുർമതിഃ. ദിഗർജുനം മൃഷാവാദം ധിഗാത്മശ്ലാഘിനോ ധനുഃ ദൈവോപസൃഷ്ടം യോ മൗഢ്യാത് ആനിമീഷതി ദുർമതിഃ. ധിക് ധിക് നിന്ദ്യം നിന്ദ്യം എന്ന് പറയണം. ആരാ? മൃഷാവാദം അർജുനം ധിക്. വിഡ്ഢിത്തരം മിഥ്യാവാദം ചെയ്യുന്നവൻ, വെറുതെ പൊങ്ങച്ചം പറയുന്നവൻ. മൃഷാവാദം, മൃഷ എന്ന് പറഞ്ഞാൽ വൃത, നുണ, വഞ്ചന, കളവ് ഒക്കെ മൃഷയാണ്. അപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാതെ വിഡ്ഢിത്തരം പറയുന്ന മൃഷാവാദം അർജുനം. ഈ അർജുനൻ ധിക് നിന്ദ്യനാണവൻ. ആത്മശ്ലാഘിനഃ ധനുഃ ധിക്. ശേഖുഹു എന്ന് പറഞ്ഞാല് ശക്ക് എന്നുള്ള ധാതു. ശക്കനോതി എന്ന് പ്രസന്റ് ടെൻസ്, ശശാക എന്ന് പാസ്റ്റ് ടെൻസ് ഏകവചനം, അതിന്റെ ബഹുവചനമാണ് ശേഖുഹു. ഇത്രയും ആളുകളുടെ പേര് പറഞ്ഞു. പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ, കേശവൻ. 4 പേരും ന ശേഖുഹു, 4 പേരും ശക്തരായില്ല. ശക്ക എന്നുള്ളതാണ് ധാതു അവിടെ. ശക്നോതി എന്ന് വർത്തമാനക്രിയ, ശക്തനാകുന്നു. ശക്നോതി അതിന്റെ പാസ്റ്റ് ടെൻസ് ശശാക ഏകവചനം. ഒരാളെ പറഞ്ഞിരുന്നുവെങ്കിൽ കൃഷ്ണഃ കേശവഃ ന ശശാക, ശക്തനായില്ല.
എന്ന് പറയാം. ശേഖുഹു ബഹുവചനം. ഇവർ 4 പേരും ശക്തരായില്ല. അങ്ങനെയുള്ളവിടെ ഇവനാണോ അല്ലെങ്കിൽ വേറൊരാൾ ആരാണ് ഈശ്വരനായിട്ടുള്ളത്, ശക്തനായിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോ ധിഗർജുനം വൃഷാവാദം ധിഗാത്മശ്ലാഘിനോദനു. അർജുനനെ മാത്രമല്ല ഇപ്പൊ പറയണത്, അർജുനന്റെ വില്ലിനെ കൂടി ഒന്നുകൂടി നിന്ദിച്ചു. ആത്മശ്ലാഘിന ധനുഹു ധിക്. സ്വയം പ്രശംസിക്കുന്നവൻ, ആത്മപ്രശംസ ചെയ്യുന്നവനായ അവന്റെ വില്ലും അവനും. അവന്റെ വലിയൊരു വില്ല്, ഗാന്ധീവമാണ് ഇത്രേ വില്ല് നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് നമ്മൾ പറയണത്. വലിയൊരു വില്ലും കൊണ്ടുവന്നിരിക്കണവൻ. സ്വയം പ്രശംസിക്കുക, പൊങ്ങച്ചം പറയുക. ആത്മപ്രശംസ ആത്മഹത്യക്ക് തുല്യമാണെന്നാ പറയുക. ആത്മപ്രശംസ ചെയ്യുന്നത് ആത്മഹത്യക്ക് തുല്യമായിട്ടാണ് സദാചാരം പറയുമ്പോൾ പറയുക. ആരെങ്കിലും നമ്മളെ പ്രശംസിക്കുന്നത് കേൾക്കുമ്പോൾ പോലും നമുക്ക് ലജ്ജയുണ്ടാകണം. നമ്മളൊക്കെ എന്താ ചെയ്യുക? ആരും നമ്മളെ പ്രശംസിക്കാനില്ല. അതുകൊണ്ട് നമ്മളെങ്കിലും നമ്മളെക്കുറിച്ച് പറയണ്ടേ, വേറെ ആരാപ്പം എന്നെക്കുറിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിവൃത്തിയില്ലാതെ നമ്മൾ തന്നെ സ്വയം പ്രശംസിക്കേണ്ട ഒരു കാലം, ഒരവസ്ഥ. പക്ഷെ അത് വാസ്തവത്തിൽ ആത്മഹത്യ സമമാണെന്നാണ് പറയുക. ഇപ്പൊ ഇവിടെ അർജുനെ അതുപോലെയാണ് പറയുന്നത്. ആത്മശ്ലാഘി, സ്വയം പ്രശംസിക്കുന്നവൻ, അവൻ്റെ ഒരു വില്ലും അവനും. ദിക് ദിക്, നിന്ദ്യം, നിന്ദ്യമായ വില്ല് കൊണ്ടുപോയി വലിച്ചെറിയുക എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ദിക്. ദിഗർജുനം വൃഷാവാദം ധിഗാത്മശ്ലാഘിനോദനുഹു ദൈവോപസൃഷ്ടം യോ മൗഢ്യാത് ആനിനീഷതി ദുർമതിഹി. യഹ ദുർമതിഹി, ഏതൊരു ദുർബുദ്ധി, മൂഢൻ, ദൈവോപസൃഷ്ടം, ദൈവത്താൽ അഥവാ വിധിയാൽ ഉപസൃഷ്ടിക്കപ്പെട്ടത്, നശിപ്പിക്കപ്പെട്ടത്, മൗഢ്യാത് ആനിനീഷതി, അവന്റെ മൂഢത്തരം കൊണ്ട്, അവന്റെ കൊള്ളരുതായ്മ കൊണ്ട് ആനയിക്കുവാൻ ഇച്ഛിക്കുന്നു, തിരിച്ചു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ഈശ്വരൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? അവൻ ഈശ്വരനേക്കാൾ വലിയ ആളാണെന്നാണ് അവന്റെ വാദം. അവൻ ഭാവിച്ചത്. അഹങ്കാരി, പൊങ്ങച്ചക്കാരൻ, വഞ്ചകൻ എന്നൊക്കെ പറഞ്ഞ് അർജുനനെ നിന്ദിക്കുകയാണ്. ഏവം ശപതി വിപ്രശൗ വിദ്യാമാസ്തായ ഫാൽഗുനഃ യയൗ സംയമനീം ആശു യത്രാസ്തേ ഭഗവാൻ യമഃ. ഏവം ശപതി വിപ്രശൗ വിദ്യാമാസ്തായ ഫാൽഗുനഃ യയൗ സംയമനീം ആശു യത്രാസ്തേ ഭഗവാൻ യമഃ. വിപ്രശൗ ഏവം ശപതി സതി. ഈ വിപ്രർഷി അഥവാ ബ്രാഹ്മണൻ ഏവം ശപതി, ഇപ്രകാരം ശപിക്കുമ്പോൾ, ശപിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ശപഥം ചെയ്യും പോലെയുള്ള വാക്കുകൾ പറയുമ്പോൾ, ഇവനെ നിന്ദിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫാൽഗുനഃ വിദ്യാമാസ്തായ സംയമനീം ആശുയയൗ. ഫാൽഗുനഃ അർജുനഃ വിദ്യാമാസ്തായ, വിദ്യ എന്ന് പറഞ്ഞാൽ തൻ്റെ ഉപാസനാശക്തി, തൻ്റെ ദിവ്യമായിട്ടുള്ള ഇത്രയും കാലത്തെ ഉപാസനയുടെയൊക്കെ വീര്യം, ആ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട്, ദിവ്യമായിട്ടുള്ള ആ ഒരു ശക്തി കൊണ്ട്, അഥവാ തനിക്ക് പല സിദ്ധികളുണ്ട്, ആ സിദ്ധികളെ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാമാസ്തായ എന്ന് വെച്ചാൽ ആ മന്ത്രങ്ങളൊക്കെ ജപിച്ച് സ്വയം സംയമനീം ആശുയയോ. സംയമനി എന്ന് പറഞ്ഞാൽ യമന്റെ ലോകം, യമലോകത്തേക്ക് പെട്ടെന്ന് തന്നെ പോയി അവിടെ ഉണ്ടാവും ഈ കുട്ടി എന്ന് വിചാരിച്ചുകൊണ്ട്. ആഹാ, യമൻ അത്രയ്ക്കായോ, താനിവിടെ കാവൽ നിൽക്കുമ്പോൾ താൻ കാണാതെ അപഹരിച്ചു കൊണ്ടുപോയില്ലേ, ശരിയാക്കേണ്ടത് എന്നുള്ള മട്ടില് യമലോകത്തേക്ക് പോയി. സംയമനീം യയൗ,
ഭഗവാൻ യമഃ യത്ര ആസ്തേ, എവിടെയാണോ ഭഗവാൻ യമൻ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജ്ഞാനാദി ഐശ്വര്യാദി പരിപൂർണനായിരിക്കുന്ന ദേവനായ യമധർമ്മരാജാവ് എവിടെ ഇരിക്കുന്നുവോ ആ ലോകത്തേക്ക്, സംയമനിയിലേക്ക് വിദ്യ കൊണ്ട് അഥവാ ഉപാസനാശക്തി കൊണ്ട് അർജുനൻ പോയി. വിപ്രാപത്യം അചക്ഷാണഃ തത ഐന്ദ്രീം അഗാത്പുരീം ആഗ്നേയീം നൈഋതീം സൗമ്യാം വായവ്യാം വാരുണീമത രസാതലം നാഗപൃഷ്ടം ദിഷ്ണ്യാനി അന്യാനി ഉദായുധഃ. വിപ്രാപത്യമചക്ഷാണഃ തത ഐന്ദ്രീമഗാത്പുരീം ആഗ്നേയീം നൈഋതീം സൗമ്യാം വായവ്യാം വാരുണീം അധ രസാതലം നാഗപൃഷ്ടം ദിഷ്ണ്യാനി അന്യാനി ഉദായുധഃ. യമലോകത്ത് ചെന്നപ്പോൾ വിപ്ര അപത്യം അചക്ഷാണഃ, ആ ബ്രാഹ്മണന്റെ കുട്ടിയെ അവിടെ കാണാതെ എന്ന് പറഞ്ഞാൽ യമലോകത്ത് ചെന്നപ്പോൾ യമൻ സ്വീകരിച്ചു. യമനോട് ചോദിച്ചു, ഇങ്ങനെ ആ ബ്രാഹ്മണന്റെ കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ തരൂ എന്ന് പറഞ്ഞപ്പോൾ യമൻ കൈമലർത്തി. ഞാനോ വിപ്രപുത്രനോ, ഞാൻ ആ വഴിക്കേ വന്നിട്ടില്ല, എനിക്കറിയില്ല, ഈ ലോകത്തേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്ന് യമൻ സത്യം ചെയ്തു. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ആ യമലോകത്ത് നിന്ന് തിരിച്ചു. ഉടനെ തൻ്റെ പിതാവായ ഇന്ദ്രന്റെ പുരിയിലേക്ക് ചെന്നു. ഐന്ദ്രീം അഗാത് പുരീം. ഇനി സ്വർഗത്തിലുണ്ടോ അല്ലെ, യമലോകത്ത് നോക്കിയപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ നോക്കേണ്ടത് സ്വർഗത്തില്. ഉടനെ സ്വർഗത്തിലേക്ക് ചെന്നു. ഐന്ദ്രീം പുരീം അഗാത്, ഇന്ദ്രലോകത്തേക്ക് ചെന്നു. അവിടെയും അച്ഛനും കൈമലർത്തി. ഇവിടെയൊന്നും ഇല്ല കേട്ടോ, ഈ വഴിക്കൊന്നും വന്നിട്ടില്ല, ഞങ്ങളാരും കൂട്ടിയിട്ട് വന്നിട്ടില്ല. ഉടനെ ആഗ്നേയീ, അഗ്നിയുടെ പുരി, അഗ്നിദേവന്റെ പുരത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹവും കൈമലർത്തി. നൈഋതി, നിരുതിയുടെ ദിക്ക്, യക്ഷരക്ഷസുകളുടെ പുരിയായ തെക്ക് പടിഞ്ഞാറ് ആ ദിക്കിലേക്ക് ചെന്നു. ആ നൈരുതി എന്ന് പറയുന്ന രക്ഷസുകളുടെ പുരിയിലേക്ക് ചെന്നു. അവിടെയും ഇല്ല. സൗമ്യാം, സോമന്റെ ചന്ദ്രന്റെ ലോകം. വടക്ക് കുബേരനാണെങ്കിൽ വടക്കുന്ന് കുറച്ചുകൂടി കിഴക്കോട്ട് തള്ളിയിട്ടാണ് സോമന്റെ സ്ഥാനം പറയുക. അപ്പൊ സോമന്റെ പുരിയിലേക്ക്, സോമലോകത്തേക്കും, വായവ്യാം, വായുവിന്റെ പുരിയിലേക്കും, തെക്ക് വടക്ക് പടിഞ്ഞാറ് വായുവിന്റെ പുരം, അവിടേക്കും, വാരുണീം, വരുണന്റെ ലോകം പടിഞ്ഞാറേ ദിക്ക്, വരുണലോകത്തേക്കും എല്ലായിടത്തും ചെന്നു. അവരൊക്കെ കൈമലർത്തി, ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. രസാതലം, അസുരന്മാരുടെ ലോകം രസാതലം, അവിടെ ചെന്നപ്പോൾ അസുരന്മാരാരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, അവരും കൈമലർത്തി, അയ്യോ ഞങ്ങളൊന്നും അറിയില്ലേ. നാഗപൃഷ്ടം, നാഗപൃഷ്ടം എന്നുള്ളത് സ്വർഗം തന്നെയാണ്. അപ്പൊ സ്വർഗത്തെയും എല്ലാം അന്യാനി ദിഷ്ണ്യാനി, മറ്റ് ദിഷ്ണ്യങ്ങളും മറ്റ് ലോകങ്ങളും എന്നർത്ഥം. അപ്പോൾ 14 ലോകങ്ങളിലും ചെന്നു എന്ന് താല്പര്യം. എങ്ങനെ? അവിടെ ചെന്ന് യാചിക്കാൻ പോയതല്ല. ഉദായുധ, ഉയർത്തിപ്പിടിച്ച ആയുധത്തോടുകൂടി തൻ്റെ വീര്യം പ്രകടിപ്പിച്ചുകൊണ്ട്, ആരെങ്കിലും ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ തിരിച്ച് യുദ്ധം ചെയ്യാൻ സജ്ജനായിട്ട്, അത്രയും ധീരനാണ്. മറ്റുള്ളവർക്ക് എല്ലാവരും അർജുനനെ ബഹുമാനിക്കുന്നു, ഭയപ്പെടുന്നു. കാരണം അർജുനൻ പൂർവ ഇന്ദ്രനാണ്. പഞ്ചപാണ്ഡവന്മാരും പൂർവ ജന്മങ്ങളിൽ ഇന്ദ്രന്മാരായിരുന്നവരാണ്, ശക്തന്മാരായിട്ടുള്ളവരാണ്. അതുകൊണ്ട് മറ്റുള്ള ദേവന്മാർക്കൊക്കെ അർജുനനെ ഭയം തന്നെയാണ്. ആയുധവുമായിട്ടാ ചെന്നിരിക്കണം. നുണ പറയോ, പറ്റിക്കോ, ഒരിക്കലും ധൈര്യം വരില്ല. അപ്പോൾ അവിടെയൊക്കെ പോയി എവിടെയും കണ്ടെത്തിയില്ല. അപ്പോൾ അർജുനന് അറിയാവുന്ന ലോകങ്ങളിലൊക്കെ ചെന്നു. അർജുനൻ വിചാരിച്ചു ലോകങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, ഈ 14 ലോകങ്ങളേ ഉള്ളൂ, ഈ 14 ലോകങ്ങൾ തനിക്കറിയാം, തനിക്ക് പ്രവേശിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു ലോകമില്ല എന്നുള്ളൊരു അഹങ്കാരത്തോടെ എല്ലാ ലോകങ്ങളിലും ചെന്നു. പക്ഷെ എവിടെയും
കിട്ടിയില്ല. അതാണ് തതോ അലബ്ധദ്വിജസുതോ ഹ്യനിസ്തീർണ പ്രതിശ്രുതഃ അഗ്നിം വിവിക്ഷുഃ കൃഷ്ണേന പ്രത്യുക്തഃ പ്രതിഷേധതാം. തതോ അലബ്ധദ്വിജസുതോ ഹ്യനിസ്തീർണ പ്രതിശ്രുതഃ അഗ്നിം വിവിക്ഷുഃ കൃഷ്ണേന പ്രത്യുക്തഃ പ്രതിഷേധതാം. തതോ അലബ്ധദ്വിജസുതോ ഹ്യനിസ്തീർണ പ്രതിശ്രുതഃ. തതഃ അനന്തരം അലബ്ധദ്വിജസുതഃ, ദ്വിജസുതനെ ലഭിക്കാത്തവനായിട്ട്, അലബ്ധൻ ലബ്ധഃ, ആരെ? ബ്രാഹ്മണപുത്രനെ കിട്ടിയില്ല. ബ്രാഹ്മണപുത്രനെ കിട്ടാത്തവനായി അനിസ്തീർണ പ്രതിശ്രുതഃ, പ്രതിശ്രുതം വാഗ്ദാനം, പ്രതിജ്ഞ, അത് അനിസ്തീർണം, നിസ്തീർണം, തരണം ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രതിജ്ഞ എന്ന സാഗരത്തെ തരണം ചെയ്യാൻ കഴിയാത്തവനായിട്ട് അനിസ്തീർണ പ്രതിശ്രുതഃ അഗ്നിം വിവിക്ഷുഹു. എന്താ പന്നിപ്പ ചെയ്യുക? തനിക്കറിയാവുന്ന ലോകങ്ങളിലൊക്കെ തെരഞ്ഞു. ലോകങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് അർജുനൻ കണക്കാക്കിയിരുന്നു. തനിക്കറിയാത്ത ലോകമില്ല, ഇത്ര മാത്രമേ ലോകങ്ങളുള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ പെടുന്നതാണ് എല്ലാം, താൻ ഇതിനെയെല്ലാം ജയിക്കാൻ കഴിവുള്ളവനാണ്. ഇതൊക്കെ താത്വികമായിട്ടുള്ള വേദാന്തപരമായിട്ടുള്ള ആശയങ്ങളാണ്. എല്ലാ ലോകങ്ങളും ജയിച്ചു കഴിഞ്ഞാലും പൂർണ്ണനാവുന്നില്ല. ഇനിയും അതിനപ്പുറത്തേക്കും ലോകങ്ങൾ കിടക്കുന്നു. അതിനും അപ്പുറത്തേക്കുള്ളതാണ് ഭഗവാന്റെ മഹിമ. പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി ഏതാവാനസ്യ മഹിമ അതോ ജ്യായാംശ്ച പൂരുഷഃ. ഈ കാണുന്ന ലോകങ്ങളെല്ലാം അവന്റെ മഹിമയാണ്, അവന്റെ വിഭൂതിയാണ്. എന്നാൽ അവനോ അതോ ജ്യായാൻ, ഇതിനേക്കാൾ ജ്യേഷ്ഠനാണ്, ഉയർന്നവനാണ്, ശ്രേഷ്ഠനാണ്. പൂരുഷഃ അത്യതിഷ്ഠ ദശാങ്കുലം, ഈ എല്ലാ പ്രപഞ്ചത്തെയും അതിക്രമിച്ചു നിൽക്കുന്നു, 10 അങ്കുലം തള്ളി നിൽക്കുന്നു ഭഗവാന്റെ മഹിമ. ഇങ്ങനെയൊക്കെ പുരുഷ സൂക്തത്തിലും പറഞ്ഞിരിക്കുന്ന, അതുപോലെ ഉപനിഷത്തുക്കളിൽ പറഞ്ഞിരിക്കുന്ന യുവാസ്യാത് സാധു യുവാദ്യാജഗഃ ആശിഷ്ടോ ദ്രഢിഷ്ടോ ബലിഷ്ഠഃ തസ്യേയം പൃഥിവീ സർവാ വിത്തസ്യ പൂർണ്ണാ സ്യാദ് സ ഏകോ മാനുഷ ആനന്ദഃ. എല്ലാ യോഗ്യതകളും തികഞ്ഞ ഈ ഭൂമി മുഴുവൻ അവന്റെ അധീനതയിൽ, ചൊൽപ്പടിയിലാണ്. എല്ലാവരും അവന്റെ കിങ്കരന്മാരായി തീർന്നു. അങ്ങനെ സാർവഭൗമ ചക്രവർത്തിയായി തീർന്നാലും അത് ഏകോ മാനുഷ ആനന്ദ, ഒരു മനുഷ്യാനന്ദം മാത്രമാണ്. ഇനി അതിനുമുപരിയാണ് പിതൃലോകങ്ങൾ, അതിനുമുപരിയാണ് ഗന്ധർവലോകങ്ങൾ, അതിനുമുപരിയാണ് ദേവഗന്ധർവലോകങ്ങൾ, അതിനുമുപരിയാണ് ദേവലോകങ്ങൾ, അതിനുമുപരിയാണ് ഇന്ദ്രന്റെ പദം, അതിനുമുപരിയാണ് ബൃഹസ്പതിയുടെ പദം, അതിനുമുപരിയാണ് പ്രജാപതികളുടെ സ്ഥാനം, അതിനുമുപരിയാണ് ബ്രഹ്മലോകം, ബ്രഹ്മാവിന്റെ സ്ഥാനം. ഇതൊക്കെ കഴിഞ്ഞാലും അതിനുമപ്പുറത്താണ്, ഇതിനൊക്കെ അപ്പുറത്തുള്ളതാണ് ബ്രഹ്മതത്വം. ആ ബ്രഹ്മതത്വത്തെ ആരാണോ സാക്ഷാത്കരിക്കുന്നത്, സ്വയം അതാണെന്ന് ആർക്കുറപ്പ് വരുന്നുവോ അവന് മാത്രമേ ശാശ്വതമായ ശാന്തിയും ആനന്ദവും പൂർണ്ണതയും ഉള്ളൂ. അതുവരയ്ക്ക് അവൻ അപൂർണനാണ്. ഈ തത്വം അർജുനന്റെ ഈ അന്വേഷണങ്ങളിലൂടെ അർജുനന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചുകൊണ്ട് ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോകണം, ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോകണം, എല്ലാറ്റിനും അപ്പുറത്തേക്ക് കടക്കാനുള്ളൊരു പ്രേരണയാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്താണെന്ത്? വൈകുണ്ഠം. എല്ലാ ലോകങ്ങൾക്കും അപ്പുറത്താണ് വൈകുണ്ഠം എന്ന് കാണിച്ചു തരുന്ന ആ വൈകുണ്ഠത്തിലെത്തുമ്പോഴാണ് തത്വമസി എന്ന് ബോധ്യം വരിക. അഹം ബ്രഹ്മാസ്മി എന്ന ബോധം ഉറയ്ക്കുക. ആ ബോധം ഉറച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. ഇതാണ് കഥയുടെ
നക്ഷൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തത്വം. അതിനാണ് ഇവിടെ എല്ലാ ലോകങ്ങളിലും പോയി എല്ലാ ലോകത്തും പ്രവേശനമുള്ളവനാണ്, എല്ലായിടത്തും വിജയിക്കാൻ കഴിയുന്നവനാണ്, എല്ലാ ദേവന്മാരും ലോകപാലന്മാരും ഭയപ്പെടുന്നവനാണ്. അത്രയും യോഗ്യനായിട്ടുള്ള അർജുനന് പോലും പൂർണ്ണതയില്ല, തൃപ്തിയില്ല, സുഖമില്ല, ഇതുകൊണ്ടൊന്നും ആയില്ല. ആവേണ്ടത് എത്തേണ്ടിടത്ത് എത്തുമ്പോഴാണ്, ഭഗവാന്റെ അടുത്ത് എത്തുമ്പോഴാണ്, സ്വയം ഭഗവത് സ്വരൂപമാണെന്ന് ഉറയ്ക്കുമ്പോഴാണ്. തതോ ലബ്ധദ്വിജസുതോ ഹ്യനിസ്തീർണ പ്രതിശ്രുതഃ അഗ്നിം വിവിക്ഷു. അഗ്നിയിലേക്ക് പ്രവേശിക്കാൻ ഇച്ഛിച്ചു. ഇനിയിപ്പോ നിവൃത്തിയില്ല, തൻ്റെ കഴിവുകളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു, താൻ ഒന്നുമല്ലാതായിരിക്കുന്നു, നിസാരനായിരിക്കുന്നു, അപമാനിതനായിരിക്കുന്നു. ബ്രാഹ്മണൻ തന്നെ നിന്ദിച്ചുകൊണ്ടേയിരിക്കുന്നു, പരിഹസിച്ചുകൊണ്ടേയിരിക്കുന്നു. താൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്ന് നാണം കെട്ട് അവശനായി അഗ്നിം വിവിക്ഷുഹു, അഗ്നിയിൽ പ്രവേശിക്കാൻ ഇച്ഛിക്കുന്നു. ആ സമയത്ത് പ്രതിഷേധതാ കൃഷ്ണേന പ്രത്യുക്തഃ, അഗ്നി കൂട്ടി ചിത കൂട്ടിയിട്ട് അതിലേക്ക് ചാടാൻ പുറപ്പെടുകയാണ്. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ പ്രതിഷേധിച്ചു. പ്രതിഷേധതാ കൃഷ്ണേന പ്രത്യുക്തഃ, ആ സമയത്ത് ഭഗവാൻ അവിടെ ചാടി വീണു. അങ്ങനെ പ്രതിഷേധിക്കുന്നവനായ കൃഷ്ണനാൽ പ്രത്യുക്തഃ, പ്രത്യുക്തഃ പ്രതിവചിക്കപ്പെട്ടു, അവന് മറുപടി കൊടുക്കപ്പെട്ടു, അവന് ഉത്തരം കൊടുക്കപ്പെട്ടു. പേടിക്കണ്ട, കം വിത്ത് മീ, ഐ വിൽ ഷോ യു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ കൂട്ടിയിട്ട് പോവാണ്. ദർശയേ ദ്വിജസൂനോംസ്തേ മാവജ്ഞാത്മാനമാത്മനാ യേതേ നഃ കീർത്തിം വിമലാം മനുഷ്യാഃ സ്ഥാപയിഷ്യന്തി. ദർശയേ ദ്വിജസൂനോംസ്തേ മാവജ്ഞാത്മാനമാത്മനാ യേതേ നഃ കീർത്തിം വിമലാം മനുഷ്യാഃ സ്ഥാപയിഷ്യന്തി. തേ ദ്വിജസൂനൂൻ ദർശയേ, ഭഗവാൻ പറയണം, തേ നിനക്ക് ദ്വിജസൂനൂൻ ദർശയേ, ആ ബ്രാഹ്മണപുത്രന്മാരെ ഞാൻ ദർശിപ്പിക്കാം, ഞാൻ കാണിപ്പിച്ചു തരാം. ആത്മാനം ആത്മന മാ അവജ്ഞ, നീ നിന്നെ തന്നെ അപമാനിക്കാതിരിക്കൂ, അവഗണിക്കാതിരിക്കൂ, നീ നിന്നെ ചെറുതായി കാണാതിരിക്കൂ. നീ അത്ര നിന്ദ്യനൊന്നുമല്ല, നിനക്ക് ഒരുപാട് യോഗ്യതകളുണ്ട്. അതറിഞ്ഞ് ബഹൂനാമേമി പ്രഥമഃ ബഹൂനാമേമി മധ്യമഃ എന്ന് മനസ്സിലാക്കണം. എല്ലായിടത്തും ഞാൻ ഒന്നാമനല്ല, ചില സ്ഥലങ്ങളിൽ ഞാൻ ഒന്നാമനാണ്, ചില സ്ഥലങ്ങളിൽ ഞാൻ മധ്യമനാണ്. തീരെ നിന്ദ്യനൊന്നുമല്ല, ഒന്നിനും കൊള്ളാത്തവനൊന്നുമല്ല. എന്നെക്കൊണ്ടും ഈ ലോകത്തിന് പ്രയോജനമുണ്ടാകും. കിംചിത് യമസ്യ കർത്തവ്യം യന്മയാദ്യ കരിഷ്യതി, നചികേതസ് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് കഠോപനിഷത്തിൽ. അതുപോലെ ചിന്തിക്കണം. നമ്മളും നമ്മളെക്കുറിച്ച് അവമാനിക്കേണ്ട ആവശ്യമില്ല, അവമതിക്കേണ്ട ആവശ്യമില്ല. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതാണ് വിനയം എന്ന് തെറ്റിദ്ധരിക്കരുത്. വിനയവും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും രണ്ടാണ്. അഹങ്കാരം കൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. അത് രണ്ടും, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും സുപ്പീരിയോറിറ്റി കോംപ്ലക്സും രണ്ടും ദുഃഖകാരണമാണ്. അത് രണ്ടും ഇല്ലാതെ എനിക്ക് എൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട് ഈ ലോകത്ത്. ഞാൻ ചിലയിടത്ത് ഒന്നാമനാണ്, ചിലയിടത്ത് രണ്ടാമനോ മൂന്നാമനോ നാലാമനോ ആയിരിക്കാം. തീരെ കൊള്ളരുതാത്തവനൊന്നുമല്ല. എന്നെക്കൊണ്ട് പ്രയോജനം ഉള്ളത് കൊണ്ടാണ് ഈശ്വരൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നെക്കൊണ്ട് ഈ ലോകത്ത് ചില റോളുകൾ നിർവഹിക്കാനുള്ളത് കൊണ്ടാണ് എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ വന്ന കാര്യം തീർത്തിട്ടേ ഇവിടുന്ന് പോകാവൂ. അതുകൊണ്ട് സ്വയം നിന്ദിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് അഭികാമ്യമല്ല.
എന്നെല്ലാവരും മനസ്സിലാക്കണം. അതാണ് ഇവിടെ മാ അവജ്ഞ, ആത്മാനമാത്മന മാ അവജ്ഞ. നീ നിന്നെ തന്നെ നിസാരനായി കാണരുത്, അപമാനിക്കാതിരിക്കൂ, ചെറുതാക്കാതിരിക്കൂ. വഴിയുണ്ടാക്കാം. ചില കാര്യങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സഹായം അഭ്യർത്ഥിക്കേണ്ടി വരും. നമ്മൾ ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മളിവിടെ ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്ക് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. സമഷ്ടി ഒരു യൂണിറ്റാണ്. നമ്മളെല്ലാം ഒന്നാണ്. ഒന്നായിരിക്കുമ്പോഴാണ് എല്ലാം നടക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തിരിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. അത് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ കാണിച്ചു തന്നതാണ് തൃതീയ സ്കന്ധത്തിൽ, അല്ലേ? ഓരോ 24 തത്വങ്ങളെ നിർമ്മിച്ചിട്ട് ആ 24 തത്വങ്ങളും വേറെ 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 നിന്നു. അവയ്ക്കൊന്നും ചേരാൻ സാധിച്ചില്ല. അപ്പൊ ഈശ്വര അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു. ഈശ്വരൻ 24നെയും ചേർത്ത് 25-മനായി പുരുഷനായി പ്രവേശിച്ചു. എന്നിട്ടാണ് എല്ലാം കൂടി ഒന്നായി തീർന്ന് പിന്നീട് വിരാട്ടായി വിവിധമായി രാജിച്ചത്. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഈ ലോകം എന്നുള്ളത്, യൂണിവേഴ്സ് എന്നുള്ള പേര് അതിന് ശരി തന്നെയാണ്. മൾട്ടിവേഴ്സായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതൊരു കേന്ദ്രീകൃതമായിട്ടുള്ള സൂത്രേ മണികണായിവ, ഒരു നൂലിൽ മണികൾ കോർത്ത പോലെയുള്ള ഒരു മാലയാണ്, ഒരു ഒറ്റ എൻറ്റിറ്റിയാണ്. അതിൽ നമ്മൾക്ക് വേറിട്ട് നിന്നൊന്നും ചെയ്യാൻ ഇവിടെ കഴിയില്ല. നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ളൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട്, സ്ഥാനമുണ്ട്. ഇതെല്ലാവരും തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കാൻ ശ്രമിക്കുക. നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ ലോകത്തേക്ക് കൊടുക്കുക. അതാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾക്ക് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് പോലെ നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോരുത്തരും യുണീക്കാണ്. അപ്പോ നീ നിന്നെ ചെറുതാക്കാതിരിക്കൂ. മാ അവജ്ഞ ഏ തേ മനുഷ്യാഹ നഹ വിമലാം കീർത്തിം സ്ഥാപയിഷ്യന്തി. എന്നോട് പറഞ്ഞതിൽ യാവരാണോ ഇപ്പൊ നിന്നെ നിന്ദിക്കുന്നത്, അവര് തേ മനുഷ്യാഹ, ആ മനുഷ്യർ തന്നെ നഹ വിമലാം കീർത്തിം സ്ഥാപയിഷ്യന്തി, നമ്മളുടെ നിർമ്മലമായ കീർത്തിയെ ഈ ലോകത്തിൽ സ്ഥാപിക്കും. അപ്പൊ ഇപ്പൊ അങ്ങ് നിന്ദ്യനായി എന്ന് വിചാരിച്ച് മനസ്സ് വിടരുത്. ഈവൻ ദിസ് വിൽ പാസ് അവേ. ഇപ്പോഴത്തെ ഈ അവസ്ഥ കടന്നുപോകും. അങ്ങയുടെ കീർത്തി പൂർവാധികം എല്ലാവരും ഉറപ്പിക്കും. അതുകൊണ്ട് നിരാശനാകാതിരിക്കൂ, മനസ്സ് വിടാതിരിക്കൂ, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അർജുനന്റെ കൈപിടിക്കുകയാണ്. ഇതി സംഭാഷ്യ ഭഗവാൻ അർജുനേന സഹേശ്വരഃ ദിവ്യം സ്വരതമാസ്തായ പ്രതീചീം ദിശമാവിശത്. ഇതി സംഭാഷ്യ ഭഗവാൻ അർജുനേന സഹേശ്വരഃ ദിവ്യം സ്വരഥമാസ്തായ പ്രതീചീം ദിശമാവിശത്. ആ ഭഗവാൻ ഈശ്വരഃ, ഐശ്വര്യം, എല്ലാ ശക്തിയും തികഞ്ഞവനായ ആ ഭഗവാൻ, ജ്ഞാനാദി പരിപൂർണനായ ഭഗവാൻ, ഇതി സംഭാഷ്യ, ഇപ്രകാരം അർജുനനോട് ഭാഷണം ചെയ്തിട്ട്, അർജുനേന സഹ ദിവ്യം സ്വരഥം ആസ്തായ, അർജുനനോട് ഇപ്രകാരം പറഞ്ഞ് ദിവ്യമായിരിക്കുന്ന തന്റെ രഥത്തെ കയറിയിട്ട്, ദിവ്യം സ്വരഥമാസ്തായ പ്രതീചീം ദിശം ആവിശത്ത്, പടിഞ്ഞാറേ ദിക്കിലേക്ക് പ്രവേശിച്ചു. പടിഞ്ഞാറേ ദിക്കിന്റെ ചക്രവാളം നോക്കി ആകാശത്തുകൂടെ അന്തരീക്ഷത്തിലൂടെ ഭഗവാന്റെ രഥം ചീറിപ്പായുകയാണ്. സപ്തദ്വീപാൻ സപ്തസിന്ധൂൻ സപ്തസപ്തഗിരീനദ ലോകാലോകം തഥാദിത്യ വിവേശ സുമഹത്തമഃ. സപ്തദ്വീപാൻ സപ്തസിന്ധൂൻ സപ്തസപ്തഗിരീനദ ലോകാലോകം തഥാദിത്യ വിവേശ സുമഹത്തമഃ.
അപ്പോ സപ്തദ്വീപുകൾ എങ്ങനെയുള്ളതാണ്? സപ്തദ്വീപുകൾ സപ്തസിന്ധുക്കളാൽ ചുറ്റപ്പെടുന്നത്, 7 സാഗരങ്ങൾ, 7 ദ്വീപുകൾ. അതില് ഓരോ ദ്വീപിലും സപ്തഗിരി, 7 പർവ്വതങ്ങളോട് കൂടിയതാണ് 7 ദ്വീപുകളും. എല്ലാ ദ്വീപുകളിലും വലിയ പർവ്വതങ്ങളുണ്ട്. അങ്ങനെ പർവ്വതങ്ങളോട് കൂടിയ 7 ദ്വീപുകളെയും 7 സമുദ്രങ്ങളെയും അധലോകാലോകം, പിന്നീട് ലോകത്തെയും അലോകത്തെയും കടന്ന്, ലോകമെന്നാൽ വെളിച്ചമുള്ള സ്ഥലം, ലോക്യതേ കാണപ്പെടുന്നത്, വെളിച്ചമുള്ളത് കൊണ്ട് കാണപ്പെടുന്നത്, ഇതി ലോകഃ. അലോകഃ എന്ന് പറഞ്ഞാൽ ന ലോക്യതേ, യു കനോട്ട് സീ, വെളിച്ചമില്ലാത്തതായിട്ടുള്ള ശൂന്യാകാശം എന്നൊക്കെ പറയാം. വെളിച്ചത്തിന്റെ അല്പം പോലും, റേഡിയേഷൻ പോലും ഇല്ലാത്തതായിട്ടുള്ള ആ ഇരുണ്ട ലോകം, അതാണ് അലോകം. ഇപ്പൊ ലോകാലോകങ്ങളെയൊക്കെ കടന്ന് തഥാ അതീത്യ, അപ്രകാരം അതിക്രമിച്ച്, സുമഹത്തമഹ വിവേശ, അതിഘോരമായ മഹത്തമഹ, തമഹ എന്നുള്ളത് ഇവിടെ അന്ധകാരം എന്നർത്ഥം. സുമഹത്തമഹ, വലിയൊരു അന്ധകാരത്തിലേക്ക് പ്രവേശിച്ചു. അന്ധകാരം ശൂന്യാകാശം തന്നെ. ഒരു വസ്തുക്കളുടെയും സാന്നിധ്യമില്ലാത്തതുകൊണ്ട് ഒരു പ്രകാശവും അവിടെ വികിരണം ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് മുഴുവൻ അന്ധകാരപൂർണമായിരിക്കുന്ന ശൂന്യാകാശം, ആ അന്ധകാര ലോകത്തെ പ്രവേശിച്ചു. തത്രാശ്വാഹ ശൈബ്യ സുഗ്രീവ മേഘപുഷ്പബലാഹകാഹ തമസി ഭ്രഷ്ടഗതയോ ബഭൂവുർഭരദർഷഭ. തത്ര അശ്വാഹ ശൈബ്യ സുഗ്രീവ മേഘപുഷ്പബലാഹകാഹ തമസി ഭ്രഷ്ടഗതയോ ബഭൂവുർഭരദർഷഭ. തത്ര ആ അന്ധകാരത്തില് അശ്വാഹ, ഭഗവാന്റെ കുതിരകൾ 4 കുതിരകളാണ്. മഹാഭാരത യുദ്ധത്തിലും ഭഗവാന്റെ രഥത്തിൽ 4 കുതിരകളേ ഉള്ളൂ, 5 കുതിരകളില്ല. ഇപ്പോഴത്തെ ആധുനിക ചിത്രകാരന്മാർ പലരും 5 കുതിരകളെ വരയ്ക്കുന്നുണ്ട്. 5 ഇന്ദ്രിയങ്ങളുടെ പ്രതീകമായിട്ടാണെന്നാണ് അവർ പറയുന്നത്. ആവശ്യമില്ല. 5 ഇന്ദ്രിയങ്ങളിൽ ത്വക്ക് എന്ന ഇന്ദ്രിയം മറ്റ് 4 ഇന്ദ്രിയങ്ങളിലും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് 4 കാണിച്ചാലും 5 തന്നെയാണ്. അപ്പോ മഹാഭാരത യുദ്ധത്തിൽ ഭഗവാന്റെ കുതിരകൾ 4 മാത്രമാണ്, 4 മാത്രമാണ്. ഇവിടെയും ആ 4 കുതിരകളുടെ പേര് പറയുന്നുണ്ട്. ശൈബ്യ സുഗ്രീവ മേഘപുഷ്പ ബലാഹകാഹ. ഭഗവാന്റെ വിശേഷപ്പെട്ട കുതിരകളാണിത്. ഭഗവാന്റെ കുതിരകളുടെ പേരുകളാണ് ശൈബ്യ സുഗ്രീവ മേഘപുഷ്പ ബലാഹകൻ. അപ്പൊ ശൈബ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പൻ, ബലാഹകൻ എന്ന അശ്വാഹ 4 കുതിരകൾ. തമസി ഭ്രഷ്ടഗതയ, തമസി ഇരുട്ടിൽ, ഭ്രഷ്ടഗതയ ഗതിയറിയാത്തവരായിട്ട്, എങ്ങടാ പോണ്ടെന്ന് വഴിയറിയാത്തവരായി തീർന്നു ഈ 4 കുതിരകളും. ബഭൂവുഹു ഭരദർഷഭ, അല്ലയോ പരീക്ഷത്ത് രാജാവേ, അങ്ങനെ ആ അലോക അന്ധകാരത്തിലൂടെ പോകുമ്പോൾ ഭഗവാന്റെ ദിവ്യങ്ങളായ 4 അശ്വങ്ങൾ പോലും വെളിച്ചം കാണാതെ വഴിയറിയാതെ ഭ്രമിച്ചുപോയി. അപ്പൊ എന്ത് ചെയ്തു ഭഗവാൻ? താൻ ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണോ മഹായോഗേശ്വരേശ്വരഃ സഹസ്രാദിത്യസംഗാശം സ്വചക്രം പ്രാഹിണോത്പുരഃ. താൻ ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണോ മഹായോഗേശ്വരേശ്വരഃ സഹസ്രാദിത്യസംഗാശം സ്വചക്രം പ്രാഹിണോത്പുരഃ. താൻ ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണ, ഭഗവാൻ കൃഷ്ണ താൻ അശ്വാൻ ദൃഷ്ട്വാ, ഈ കുതിരകള് ഭ്രമിക്കുന്നത് കണ്ടിട്ട്, വഴിയറിയാതെ ഭ്രമിക്കുന്നത് കണ്ടിട്ട്, മഹായോഗേശ്വരേശ്വര, ഭഗവാൻ ആരാ? മഹായോഗേശ്വരന്മാർക്കും ഈശ്വരൻ, എല്ലാ സിദ്ധികളും തികഞ്ഞ, എല്ലാ സിദ്ധികളും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന സകല യോഗങ്ങളുടെയും ഫലം നൽകുന്നവനായ ഭഗവാൻ, യോഗേശ്വരേശ്വരനായ ഭഗവാൻ എന്ത് ചെയ്തു? സഹസ്രാദിത്യസംഗാശം സ്വചക്രം പുരഃ പ്രാഹിണോത്. സഹസ്ര ആദിത്യ സങ്കാശം, 1000കണക്കിന് സൂര്യന്റെ പ്രകാശമുള്ള, സൂര്യകോടി സമപ്രഭമായിരിക്കുന്ന, ഇവിടെ സഹസ്രം എന്നുള്ളത് അനന്തം എന്നാണ്, അനന്ത സൂര്യന്മാരുടെ പ്രകാശത്തോടു കൂടിയ സ്വചക്രം, സുദർശനം എന്ന തന്റെ ചക്രത്തെ സ്മരിച്ചു.
എന്നിട്ട് അതിനെ മുമ്പിൽ അയച്ചു. പ്രാഹിണോത് എന്ന് പറഞ്ഞാൽ മുമ്പേ വഴികാട്ടിയായി അയച്ചു. അപ്പോൾ ഒരു സൂര്യന്റെ കുറവല്ല, അവിടെ ആയിരക്കണക്കിന് സൂര്യന്മാർ ഒന്നിച്ച് പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് മുമ്പേ വഴി കാണിക്കുകയാണ്. ആ സുദർശനം വഴി കാണിക്കുന്നു. അതിൻ്റെ പുറകെ നമ്മുടെ കുതിരകൾ വായുവേഗത്തിലല്ല മനോവേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ കാണുന്നു. വൈകുണ്ഠ ദർശനം നമുക്ക് നാളെ പറ്റിയാൽ നോക്കാം. നാളെ തിരക്കുകളുണ്ട്, വൈകുന്നേരം പ്രോഗ്രാമുണ്ട്, രാവിലെ ഗസ്റ്റുകളുണ്ട്. നോക്കട്ടെ, ഗ്യാപ്പ് നോക്കിയിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റേ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാരായണ. നാളെ തൊട്ട് 3 ദിവസം വൈകുന്നേരം കൽപ്പാത്തിയിൽ ശ്രീരാമധ്യാന ഭജനമഠത്തിൽ ഹനുമാൻ ചാലിസ വ്യാഖ്യാനം. 3 ദിവസം കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ 4-ാം ദിവസത്തേക്കും വേണമെങ്കിൽ ആവാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് 6:15 തൊട്ടാണ് നാളെ മുതൽക്ക്, രാമനവമിയോടനുബന്ധിച്ച്. ഹരിയോ നാരായണ. എല്ലാവർക്കും ശുഭരാത്രി.